ആയിരങ്ങൾ കർത്താവിലേക്ക് വന്നു. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. കോയയ്ക്ക് ഭാഷയ്ക്ക് ലിപി നൽകി, ഗ്രാമർ നൽകി, കോയയിൽ ബൈബിൾ കൊടുത്തു. ഒരു വലിയ ആത്മീയമായ ഒരു വിപ്ലവം ആ കോയ ട്രൈബലിലുണ്ടായി. മറ്റ് ഞാൻ പറഞ്ഞതുപോലെ 180 ട്രാൻസ്ലേഷൻ നടക്കുകയാണ്. മെറ്റാലിക് ആപ്പിൾ ആൻഡ് മിസ്റ്റിക്കൽ മോ ഒരു മുസ്ലിം ആയിരുന്നു, മുഹമ്മദ് ഏജാസ്. ഇതെൻ്റെ ഭാര്യ പ്രസന്ന അരുൺ വംശേ. 2 വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് 2 പേരും വിവിധ കാരണങ്ങൾ, ഒരാൾക്ക് മുഹമ്മദിന് ദൈവത്തെ കാണണം, ഈ അള്ളയെ കാണണം. 18 വയസ്സേ ഉള്ളൂ. അള്ളയെ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ച് 3 ദിവസം പ്രാർത്ഥന തന്നെ. അവസാനം ദേഷ്യപ്പെട്ട് അള്ളായൊന്നും വന്നില്ല. അവസാനം പുള്ളി സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സൈക്കിളിൽ ഇങ്ങനെ തമിഴ്നാട്ടിലാണ്, തെങ്കാശിയിലാണ്, സൈക്കിളിൽ പോയി എങ്ങനെയാണ് ചാടേണ്ടത് അറിയാം. ഒരു കുളമുണ്ട്, വെള്ളം ചാടണോ അതോ ഇലക്ട്രിക് കമ്പിയെ പിടിക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ മയങ്ങി കിടന്ന് ഒരു മരത്തിൻ്റെ കീഴിൽ കിടന്നപ്പം ആ മരത്തിൽ ഒരെണ്ണം തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് നിൻ്റെ ദുഃഖം സന്തോഷമാകുന്നൊരു മെറ്റാലിക് ഷീറ്റ് ഏതാണ്ട് തൂക്കിയിട്ടേക്കുക. നമ്മുടെ ഒരു സഹോദരന് ഉള്ള മരത്തേലെല്ലാം ഹൈവേ കൂടെ പോകുമ്പോൾ കാണാം ഇങ്ങനെ വാക്യങ്ങൾ തൂക്കിയിട്ട്. അത് പുള്ളിയുടെ പണിയതാ. മരത്തേലെല്ലാം വാക്യങ്ങൾ തൂക്കിയിടുക. അത് വായിച്ചിട്ട് പറഞ്ഞു, തമിഴിലാണ്, നിൻ്റെ ദുഃഖം സന്തോഷമാകും. എന്നിട്ട് അകത്തൊല്ലൊരിത്, നീ സൂയിസൈഡ് ചെയ്യരുത്, വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. രാത്രി 10 മണിക്ക് പുള്ളി ഉറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഒരു പ്രകാശം, ഒരു ശബ്ദമാണ്, മകനെ നീ തേടുന്ന ദൈവം ഞാൻ യേശുവാണ്, എൻ്റെ പിന്നാലെ പോകാൻ പറഞ്ഞു. വൈകി ഞാൻ തരുന്നില്ല. തൻ്റെ വൈഫ് അതുപോലെ, വൈഫല്ല, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അമ്മയ്ക്ക് എല്ലാ വർഷവും വല്യമ്മയുടെ ശ്രാദ്ധ ദിനം പിശാച് കയറും. ഇവക്കറിയാം ഇത് പിശാചാന്ന്. പക്ഷേ ഇതൊന്ന് പോകാൻ വേണ്ടി ലക്ഷങ്ങൾ രൂപ മുടക്കി, വലിയ കാശുകാരാണ്. ആരാണ്ട് പറഞ്ഞു യേശുവിനോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അവസാനം യേശുവിനെ ദൈവമായിട്ടൊന്നുമല്ല, ചലഞ്ച് ചെയ്തു. ഈ അടുത്ത 2 ആഴ്ച കഴിയുമ്പം എൻ്റെ വല്യമ്മയുടെ ശ്രാദ്ധ ദിനം, എൻ്റെ അമ്മയുടെ മേൽ അന്ന് പിശാച് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം എന്ന് മാത്രം പറഞ്ഞു, ചലഞ്ച് ചെയ്തു. അതുപോലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ ശ്രാദ്ധ ദിനം വില്ലേജിൽ നടക്കുന്നു. അടി ബഹളം, പൂജാരി വരുന്നു, പൂത്തിരി ബഹളം, ദൈവത്തെ എല്ലാം വിളിക്കുന്നു. പെട്ടെന്ന് ഏതായാലും അയലോക്കത്തുകാരിയുടെ വീട്ടിലെ മണ്ടയിൽ പിശാച് കയറി. അമ്മ ശാന്തമായി. പിന്നീട് വേദോത്സവം വായിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. 2 പേരും M.Tech എൻജിനീയേഴ്സാണ്. അപ്പം ഭർത്താവ് ഒരു മുസ്ലിം, ഭാര്യ ഒരു ഹൈന്ദവ. 2 പേരും M.Tech എൻജിനീയേഴ്സാണ്. ഒരു ജൂവിഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ബാംഗ്ലൂരിൽ. അമേസിങ് സ്റ്റോറി. ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് നോക്കിയത്, സാധു സുന്ദർ സിംഗിൻ്റെ ഒരു അനന്തരവനുണ്ട്. കിഷൻ സിംഗും ശാന്ത കൗറും അനന്തരത്തി. കുമാരി അമൃത കൗർ, ഗാന്ധിജി നെഹ്റുവിൻ്റെ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന അമൃത കൗറിൻ്റെ ഫസ്റ്റ് കസിൻസാണ്. എൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. അത് തണ്ടർ ഇൻ ദ ഹിമാലയാസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഞാൻ എഴുതി. ഭയങ്കര സ്വാധീനമാണ് അത്. ഞങ്ങളൊരു ഫിലിം ഉണ്ടാകാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ 1 കോടി രൂപയ്ക്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വെച്ചാൽ വന്നിരിക്കുന്നത്. എവിടെ 1 കോടി രൂപ എനിക്ക്? കർത്താവ് എന്താ പറഞ്ഞത്? എന്താ ചെയ്യുമെന്നാണ് പറഞ്ഞത്? നിനക്കുള്ളത് അങ്ങ് കൊടുക്കുക, ആകാശത്തിൻ്റെ കിളിവാതികളെ ഞാൻ തുറക്കുക. ഞാൻ 27 പുസ്തകം എഴുതി, ലക്ഷക്കണക്കിന് കോപ്പിയാണ് ഫ്രീ ആയിട്ട് പോയത്. എനിക്ക് വീടോ കാറോ ഒന്നുമില്ല. കിട്ടുന്നതൊക്കെ കർത്താവിലേക്ക് പോകും, മക്കൾക്കുമില്ല. കാരണം നമ്മൾ ഒരു ആത്മാവിൻ്റെ വില എന്തുവാ? അപ്പോൾ ഞാൻ ഖോജ് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒത്തിരി പേര് കിട്ടിയിട്ടുണ്ട്. മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത്, സത്യവുമായി മുഖാമുഖം, ധർമ്മപ്രകാശ് ശർമ്മ, പാർലമെൻറ്റ് മെമ്പറിൻ്റെ സ്റ്റോറി. ഇതൊരു ഖോജ് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടാക്കി. ലിയോ തദവിസ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ഒരു ഫിലിം ഡയറക്ടറാണ് ചെയ്യുന്നത്. അദ്ദേഹം 5.5 ലക്ഷം ആൾക്കാരാണ് ആ ഫിലിം വാച്ച് ചെയ്തത്. അത് ഞങ്ങൾ 65 ലക്ഷം രൂപ മുടക്കി. അത് 5.5 ലക്ഷം പേര് കർത്താവിനെ പറ്റി അറിഞ്ഞു. ഒരാത്മാവിൻ്റെ വില എത്ര? അപ്പോൾ 1 കോടിയാണ് കാര്യമാണ്. കർത്താവിന് 1 കോടി കാര്യമാണ്. ഞാൻ വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. കർത്താവ് നോക്കിക്കോളും. 1 കോടി കർത്താവ് തരും. അപ്പോൾ 10 ലക്ഷം രൂപ ജൂലൈയിൽ ഫസ്റ്റ് വീക്ക് കൊടുക്കണം. കർത്താവ് തരുമെന്നുള്ള യാതൊരു സംശയമില്ല. ആരാ എന്നെ വേലയ്ക്ക് വിളിച്ചത്? കർത്താവ് വേലയ്ക്ക് വിളിച്ചത്. കർത്താവ് എന്താ പറഞ്ഞേ? 2 സമയത്ത് 70 പേരെ വിട്ടപ്പോൾ എന്താ പറഞ്ഞത്? കയ്യിലൊന്നും എടുക്കണ്ട, ഒരു കാര്യവും വേണ്ട, നിങ്ങൾ പോയി പറയാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ദ ലോർഡ് ഈസ് കമ്മിങ്. കർത്താവ് വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. റിപ്പന്റ് ആൻഡ് റിട്ടേൺ. കൺഫ്യൂസ് ചെയ്യുക, ഏറ്റുപറയുക, കർത്താവിലേക്ക് വരിക. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറയാം. ഈ സ്റ്റോറിയാണ്. ഇതുപോലെ ആ സ്റ്റോറി ഞങ്ങൾ ചെയ്യുകയാണ്. അത് തന്നെ പഞ്ചാബിയിലേക്കും മറ്റ് ഭാഷകളിലേക്ക് ചെയ്യണം. അപ്പോൾ പ്രവർത്തനമുണ്ട്. ഇനി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. 75 വയസ്സായി, കണ്ണിൻ്റെ കാഴ്ച പോയിരിക്കുകയാണ്. ഇതിന് 10% ഉള്ളൂ. അപ്പോൾ എൻ്റെ ഐ ഡോക്ടർ ഒരു വിശ്വാസി പറഞ്ഞു, തൃശ്ശൂർ,
അങ്കിളെ പെട്ടെന്ന് ചെയ്തു, കാഴ്ച പോവാ, പെട്ടെന്ന് എഴുതാനുള്ള എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പം ഭാര്യ പറഞ്ഞിട്ടുണ്ട് വീഴുന്നിടത്തോളം ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോവുകയാണ്. കർത്താവ് വിശ്വസ്തന അല്ലേ? കർത്താവിൻ്റെ വില നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിവേ, നമുക്കൊരു കാതലായ ഒരു വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? പറഞ്ഞു, പെട്ടെന്ന് പറ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഭൂമിയെ സൃഷ്ടിച്ചത് എന്തിനാ? ആദമിനെ അവനെ സൃഷ്ടിച്ചത് എന്തിനാ? പറഞ്ഞോ, ശരിയാ, പറഞ്ഞാൽ ശരിയാ. 1:28 വായിക്കും. ഉൽപ്പത്തി 1:28. വായിച്ചു. ഒരു ഗ്ലാസ് എന്തോ പറഞ്ഞത്? ഭൂമിയിൽ ഗവേൺ, ഡൊമിനിയൻ. അപ്പോൾ എന്തിനാ ഭൂമിയെ സൃഷ്ടിച്ചത്? ഭൂമി വാഴാനല്ലേ, അല്ലയോ? നമ്മൾ എന്താണ് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചു. ഭൂമിയും അതിലുള്ളതൊക്കെയും യഹോവയ്ക്കുള്ളത്. യഹോവ ആർക്ക് കൊടുത്തു? ആദമിനും. ഹി ഗേവ് ടു ആഡം ആൻഡ് മാഡം, അല്ലേ? ആദത്തിനും ഹവ്വായ്ക്കും കൊടുത്തു. പക്ഷേ വാഴേണ്ടവൻ വീണു. പക്ഷേ 3:15 വായിച്ചേ. 3:15 വായിച്ചേ. ഉൽപ്പത്തി 3:15. അതെ, മതി. അപ്പോൾ വാഴേണ്ടവൻ വീണു, അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആരാണ് തേടി വന്നത്? അവർ മറഞ്ഞിരുന്നു, ഒളിഞ്ഞിരുന്നു. ആദമേ, നീ എവിടെ? ദൈവം, മഹാസ്നേഹവാനായ ദൈവം, മഹാകൃപാലുവായ ദൈവം, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇന്നും വിളിക്കുകയാണ് മനുഷ്യനെ. ആദമേ, നീ എവിടെ? ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എൻ്റെ മകനാ. സൃഷ്ടിയാവുന്നുള്ളതിൽ നീ എൻ്റെ മക്കളാ. ലോകത്തിലെ എല്ലാവരും എൻ്റെ മക്കളാ. നിങ്ങൾ എങ്കിലേക്ക് വരണം, തിരിച്ചു വരിക. നീ മറിഞ്ഞിരിക്കണ്ട, നീ ഓടിപ്പോകണ്ട. പക്ഷേ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പദ്ധതി ഞാനിട്ടു. അപ്പോൾ ഗോഡ്സ് യൂണിവേഴ്സൽ മാസ്റ്റർ പ്ലാൻ ഓഫ് സേവിങ് മാൻ കൈൻഡ് ബിഗാൻ ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ വരണം. സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ വരണം. അങ്ങനെ ദൈവം വരാൻ വേണ്ടി, സ്ത്രീയുടെ സന്തതി വരാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അനേകർ വരാൻ നോക്കി, വന്നു. ഗവൺ ചെയ്യാൻ ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ടായില്ല. 9 രാഷ്ട്രങ്ങളുണ്ടായി. 9 രാഷ്ട്രങ്ങൾ വന്നു. കനാന്യ രാഷ്ട്രം. 1-ാമത്തെ ഉൽപ്പത്തി 1 മുതൽ 12 വരെ അതാണ് നാം കാണുന്നത്. കനാന്യർ വന്നു. കനാന്യരിൽ തന്നെ ഹിവ്യർ, ഹിത്യർ, യെബൂസ്യർ, ഹിവ്യർ എല്ലാവരും ഉണ്ട്. അവരിൽ 9 രാഷ്ട്രങ്ങൾ അത് തന്നെ. അപ്പം കനാന്യ രാഷ്ട്രത്തിൽ സ്ത്രീയുടെ സന്തതി വന്നില്ല. അത് കഴിഞ്ഞ് ആരാ വന്നത്? സുമേരിയൻസും അക്കേഡിയൻസും വന്നു. സുമേരിയൻസിനും അക്കേഡിയൻസിലും സ്ത്രീയുടെ സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്തത് വന്നത് ഫിലിസ്റ്റൈൻസ് ആണ്. ഫിലിസ്റ്റൈൻസ്, അവിടെയും സ്ത്രീയുടെ സന്തതി ഇല്ല. അടുത്തത് ഈജിപ്ഷ്യൻസ് വന്നു. ഈജിപ്ഷ്യൻസിലും സ്ത്രീയുടെ സന്തതി വന്നില്ല. അത് കഴിഞ്ഞ് ബാബിലോണിയൻസ് വന്നു, അവിടെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അസീരിയൻസ് വന്നു, അവിടെയും സ്ത്രീയുടെ സന്തതി ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പേർഷ്യൻസ് വന്നു, അവിടെയില്ല സ്ത്രീയുടെ സന്തതി. പിന്നെ ഗ്രീക്കുകാർ വന്നു, അവിടെയുമില്ല. പിന്നെ റോമൻസ് വന്നു, അവിടെയും സ്ത്രീയുടെ സന്തതിയില്ല. അപ്പോൾ ഉൽപ്പത്തിയുടെ ആദ്യ പുസ്തകം കാണുന്ന ഈ അപ്പോഴത്തേക്ക് വർഷം എത്രയായി? വർഷങ്ങൾ 12,000 ഇവിടെ എങ്ങും സ്ത്രീയുടെ സന്തതി വന്നില്ല. എന്നാൽ ഉൽപ്പത്തി 12:1 വായിച്ചേ. ഉൽപ്പത്തി 12:1. മതി. അപ്പോൾ അങ്ങനെ ഈ 9 രാഷ്ട്രങ്ങളിലും സ്ത്രീയുടെ സന്തതി ഇല്ലാതെ വന്നപ്പോൾ ഇറാഖിലെ ഊരിലിതാ ദൈവം ഒരു ഐഡൽ വർഷിപ്പറെ,
ഒരു വിഗ്രഹ ബിസിനസ്സുകാരനെ വിളിക്കുന്നു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഐ ഹാവ് എ മാസ്റ്റർ പ്ലാൻ ഫോർ യു. ഒരു ആഗോള പദ്ധതി എനിക്ക് നിന്നിൽ കൂടെയുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്ന ഞാൻ അനുഗ്രഹിക്കും, നീ എല്ലാവർക്കും അനുഗ്രഹപാത്രം. ലോകത്തിന് മൊത്തം അനുഗ്രഹം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉദിക്കുവാനുള്ള ആ പാത്രം നീയാണ് അബ്രഹാമേ. നിന്നിൽ എനിക്കൊരു മാസ്റ്റർ പ്ലാനുണ്ട്, ഒരു ആഗോള പദ്ധതിയുണ്ട്. ലോകത്തെ വീണ്ടെടുക്കുവാൻ, വീണ മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ വാഴുവാനുള്ള അധികാരം നൽകുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇതാ നിന്നിൽ കൂടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെയുണ്ട്. ഉൽപ്പത്തി 1 മുതൽ മലാക്കി 4 വരെ എന്താണുള്ളത്? സ്ത്രീയുടെ സന്തതിയായി ഇസ്രായേൽ മക്കളിൽ ജനിക്കേണ്ടിയ കൂടെ വരേണ്ടിയവൻ്റെ ചരിത്രമാണ്, ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ്. അപ്പോൾ മലാക്കിക്ക് ശേഷം 400 വർഷം സൈലൻറ്റ് ഇയേഴ്സാണ്. അപ്പോൾ ഉൽപ്പത്തി 12 മുതൽ മലാക്കി 4 വരെ ഇസ്രായേലിൻ്റെ ചരിത്രം. യു ഫോർഗെറ്റ് ഇറ്റ്. അത് അവരോടുള്ള ബന്ധത്തിലാണ്, നമുക്ക് കാര്യമില്ല. അവരുടെ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി നേഷൻ ഓഫ് ഇസ്രായേൽ, പരാജയവും അവരുടെ വിജയവും പരാജയമാണ്. എന്നാൽ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കേണ്ടവൻ നീതി സൂര്യൻ ഉദയം ചെയ്യുമെന്നല്ലേ നമ്മൾ വായിച്ചത്? നീതി സൂര്യൻ്റെ ഉദയമാണ് ദാവീദിൻ്റെ സന്തതിയായ അബ്രഹാമിൻ്റെ സന്തതി. ഇസ്രായേൽ തിരിച്ചു വരികയാണ്. അപ്പം 39 അധ്യായങ്ങളിൽ നിന്നുള്ളത് മാറി ഇതാ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ അവതാരണം. See, the whole Bible, 66 books is the central theme of the Lord Jesus Christ. യേശുക്രിസ്തുവാണ് ബൈബിളിൻ്റെ സെൻട്രൽ തീം അല്ലേ? The Old Testament is the preparation of the coming of Christ. The gospel is the presentation. Acts of the Apostle is the propagation. Epistles are the explanation, and revelation is the consummation of the coming of Christ. 39 അധ്യായങ്ങൾ പഴയ നിയമത്തിലേത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവതരണത്തിനുള്ള ഒരുക്കങ്ങളാണ്. കർത്താവിനെ എല്ലാ 39 പുസ്തകങ്ങളിലും യേശുക്രിസ്തുവാണ് മുഴങ്ങി നിൽക്കുന്നത്. 4 സുവിശേഷങ്ങളിൽ കർത്താവ് അവതരിക്കപ്പെടുന്നു. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ പ്രവൃത്തികളിൽ തന്നെക്കുറിച്ചുള്ള പ്രചരണമാണ്. എപ്പിസോഡിൽ തന്നെക്കുറിച്ചുള്ള വിവരണമാണ്. ഇതാ അവസാനം തൻ്റെ വാഴ്ച താൻ ഏറ്റെടുക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഏദൻ തോട്ടം നഷ്ടപ്പെട്ടത് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്ന നിലയിൽ പുതിയൊരു തോട്ടം. ഇതാ ഉൽപ്പത്തിയിൽ നഷ്ടമായ തോട്ടം വെളിപ്പാടിൽ തോട്ടം കാണും. 22-ാം അധ്യായത്തിൽ വായിക്കുക. യോഹന്നാൻ്റെ ദർശനം നോക്കുക. അവിടെ ഒരു തോട്ടം, അവിടെ ഒരു പട്ടണം, അവിടേക്കുള്ള ജലം, അവിടെ പല വൃക്ഷങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. നഷ്ടപ്പെട്ട തോട്ടം ഇതാ വെളിപ്പാടിൽ നല്ല ഉദ്യാനമായിട്ട് മാറുകയാണ്. അതിൻ്റെ ഇടയിലാണ് ലോകചരിത്രം കഴിഞ്ഞ് 6000 വർഷമായ ചരിത്രമുണ്ട്. അതിൻ്റെ ഇടയിൽ കർത്താവ് പറഞ്ഞു ഇവിടുത്തെ രാജ്യം സ്ഥാപിക്കണം. ഞാനൊരു കാര്യം പറയുകയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പ്രൈമറിലി ആദ്യമായിട്ട് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല. തെറ്റിദ്ധരിക്കുക, എല്ലാം പറയുന്നത് കേൾക്കണേ. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അല്ല കർത്താവ് വന്നത്. ആദ്യമായിട്ട് കർത്താവ് വന്നത് ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാനാണ്. ഞാൻ പറഞ്ഞു വരികയാണ്, ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ നാം സ്വർഗത്തിൽ പോകും, സംശയമില്ല. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നാം സ്വർഗത്തിൽ പോകും. അവിടെ 7 വർഷമേ ഉള്ളൂ. 7 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പോവാം. ഞാൻ വിശദമായിട്ട് പിന്നെയാക്കാം പറയാം. തിരിച്ചു വന്നിട്ട് ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവാം. 1000 ആണ്ട് വാഴാൻ പോവാം. അപ്പോൾ ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപനം തുടങ്ങിയെന്ന് കർത്താവ് വന്നപ്പോൾ മുതൽ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച്. മർക്കോസിൻ്റെ സുവിശേഷം 1:14-15. മർക്കോസ് 1:14-15 വായിച്ച്. മർക്കോസ് 1:14-15. അപ്പോൾ എങ്ങനെയാണ് ദൈവരാജ്യം തുടങ്ങിയത്? കർത്താവ് വന്നു, തൻ്റെ സ്നാനം കഴിഞ്ഞ് താൻ ആദ്യം പ്രസംഗിച്ചത് എന്താ? പർദീസയിൽ നഷ്ടപ്പെട്ട ദൈവരാജ്യം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യം എന്നാ ഭരണമെന്നാ. യേശുക്രിസ്തുവിൻ്റെ ഭരണം കർത്താവ് ആദ്യമേ ഇവിടെ വന്നപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു.
എങ്ങനെയാണ്? 3 വിധത്തിൽ. 1, യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി, റിപ്പന്റ് ആൻഡ് റിട്ടേൺ. യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി, എൻ്റെ കർത്താവായി, എൻ്റെ ഭരണകർത്താവായി ഞാൻ അംഗീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിലായി. അങ്ങനെ വിശ്വസിച്ച ഈ സഭയിലെ അംഗങ്ങളെല്ലാം കൂടെ കൂടുന്നു. ഇവിടെ ആരാ ഭരിക്കുന്നത്? മൂപ്പന്മാരല്ല ഭരിക്കുന്നത്, പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ കൂടെ ഭരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം. അപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോഴ് ദൈവഭരണം എവിടെയാണ്? നമ്മുടെ സഭകളിലാണ്. ഒറ്റ സഭയുള്ളൂ. എല്ലാ സഭകളിലെയും ഭരിക്കേണ്ടത് ആരാണ്? യേശു ക്രിസ്തുവാണ്. രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി ദൈവം തൻ്റെ സഭയോട് ചേർത്തു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള സമാന ഹൃദയന്മാരായ, സമാന സുവിശേഷ വിശ്വാസികളായവരെ ദൈവം ഒന്ന് ഭരിക്കുന്നു. സഭയിൽ ദൈവത്തിൻ്റെ ഭരണം. നിർഭാഗ്യവശാൽ ദൈവമല്ല പലപ്പോഴും ഭരിക്കുന്നത്. ഞങ്ങൾ ബ്രദറിൻ്റെ സമയമാണ് ഞങ്ങൾക്ക് ഈ ചില സമയത്ത് ആലോചനാ യോഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, മെൻസ് ബിസിനസ്. രാവിലെ ആരാധന സമയത്ത് അയ്യോ ചത്തനായ മെഫിബോശത്തിൻ്റെ കൂട്ടാണ് നമ്മൾ ആരാധന. കർത്താവേ ഞാൻ മെഫിബോശത്തായിരുന്നു ചത്തനായ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ആലോചനാ യോഗമുണ്ട്. അന്നേരമാണ് ചത്തനായ അങ്ങ് പേപ്പട്ടിയായിട്ട് മാറും. അന്നേരമാണ് സഹോദരന്മാരുടെ അസൽ മേനി മനസ്സിലാക്കേണ്ടത്. സങ്കടമുണ്ടല്ലേ? നമ്മൾ ആരാ? നമ്മൾ നഷ്ടപ്പെട്ടു, നമ്മൾ നഷ്ടപ്പെടുത്തി. നമ്മൾ ആരാ? നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ല. ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, വിശുദ്ധ ജനം, വിളിക്കപ്പെട്ടവർ, വേർപെട്ടവർ, വിശുദ്ധ ജനം, തെരഞ്ഞെടുപ്പത്ത ജാതി അല്ലേ? വി ആർ ബി പ്രീസ് ആൻഡ് കിങ്സ്. രാജകീയ പുരോഹിത വർഗം സാധാരണക്കാരല്ല. ഇവിടെ പട്ടികളെ പോലെ, നായ്ക്കളെ പോലെ അടിപിടി കൂടുമല്ലേ? ആരാ അപ്പം മുറിക്കുന്നത്? ആരാ വെഞ്ഞെടുത്ത് കൊടുക്കുന്നത്? എന്താ ഇതൊക്കെ? 10 പേരുടെ അധിപനായിട്ടിരിക്കണം. പക്ഷെ നമുക്ക് നിർത്തണം വിശ്വാസികൾ തമ്മിൽ. വാട്ട് ആർ വി ഗോസിപ്പിംഗ്? ഐ വുഡ് സേ വി ഷുഡ് ഗോസിപ്പ് ദ ഗോസ്പൽ. നമ്മൾ ഗോസിപ്പ് ചെയ്യേണ്ടത് അതൊന്നുമല്ല, ഗോസ്പലാണ്, സുവിശേഷമാണ്. നമ്മൾ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ കൂടെയും വാക്കുകൾ കൂടെയും പറയുമ്പോൾ അനേകർ കർത്താവിലേക്ക് വരും. അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടി, അപ്പോൾ 1 ദൈവരാജ്യം എൻ്റെ ഹൃദയത്തിൽ, സഭയുടെ സഭയുടെ അധിപനായിട്ട്. 3 ഈ സഭ അവൻ എടുക്കപ്പെടും. എന്താ പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെയാണ് നമുക്കറിയാവുന്നത്? ദൈവരാജ്യം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ലിറ്ററലി, അക്ഷരികമായി ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം തൻ്റെ സഭയാണ് ഭരിക്കുന്നത്. തൻ്റെ സഭ അതിൻ്റെ ഭരണം ഏൽപ്പിക്കുകയാണ്. ആത്യന്തികമായി ഭരിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഹി സെഡ്, ഞാൻ R എന്ന് പറയുന്ന ആൽഫബറ്റാണ് ഉപയോഗിക്കുന്നത്, R. He said, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, by the revelation of the word I tell you there is a return of Christ. ദൈവത്തിൻ്റെ വെളിപ്പാടാണ് ഇത്. സ്പെക്കുലേഷൻ അല്ല, റെവലേഷനാണ്. ബൈബിൾ ഈസ് നോട്ട് സ്പെക്കുലേഷൻ, അത് റെവലേഷനാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയല്ല, സ്പെക്കുലേഷൻ അല്ല, മിഥ്യയല്ല. ഇറ്റ് ഈസ് നോട്ട് മിത്ത്, ഇറ്റ്സ് നോട്ട് മിത്തോളജി, ഇറ്റ് ഈസ് റെവലേഷൻ, വെളിപ്പാടാണ്. This is the inspired, infallible, inerrant, eternal word of God. ദൈവനിശ്വാസ്യമായ, ഒരു തെറ്റുമില്ലാത്ത വിശ്വസനീയമായ ദൈവത്തിൻ്റെ നിത്യവചനമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനവും മാറിപ്പോകാത്ത മാറ്റമില്ലാത്ത വചനം. നശിക്കുമീ ധരയ്ക്കുമീതിൽ ഉള്ളതൊക്കെ എങ്കിലും നശിക്കയില്ല. നാഥനാം അവൻ്റെ വാക്ക് ഒരിക്കലും വാക്കുമാറാത്തവൻ. ഹീ ഈസ് നോട്ട് ഓൺലി എ കവനന്റ് മേക്കിംഗ് ഗോഡ്, ഹീ ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. ഉടമ്പടി ചെയ്യുന്നവൻ മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നവനുണ്ട്. അവ വാക്കുമാറത്തില്ല. ആ വാക്കിൻ്റെ ഉടമയാണ് നാം. എന്നാണ് പറയുന്നത്? ആ വാക്ക് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വെളിപ്പാടിനാൽ, എൻ്റെ മിഥ്യയല്ല, എൻ്റെ മനസ്സിലെ വിചാരങ്ങളല്ല, ഞാൻ പറയുന്നു, by the revelation I tell you there is a return of Christ. When he returns in the mid-air, that's going to happen. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിനും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലത്ത് ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വരും. വിശ്വസനീയമായ വാക്കുകൾ. ആദ്യമേ വന്ന് നമ്മളെ രക്ഷിച്ച കർത്താവ് ഇനിയും തുടരുന്നതും വിശ്വസനീയമാണ്. അവൻ വരാൻ പോവുകയാണ്. അവൻ വരും. അവൻ 2000 വർഷം മുമ്പ് വരുന്നു, ഞാൻ വരുന്നു എന്ന് പറയുന്നു, കാത്തിരിക്കുന്നു. അവൻ വന്നില്ല. അവൻ വരാത്തതിൻ്റെ കാരണം ഇനിയും ഈ സഭയിലെ അംഗങ്ങളായിട്ട് ആയിരങ്ങൾ ചേരേണ്ടതായിട്ടുണ്ട്. അവൻ തൽക്കാലം താമസിക്കുകയാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചിലർ വിചാരിക്കുന്നത് പോലെ അവൻ വരാൻ താമസിക്കുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും അങ്ങിലേക്ക് വരുവാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ അവൻ വരും. He said, by the revelation I tell you is a return of Christ. When he returns, the dead in Christ shall rise again. ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്നവർ
ഉയർക്കും. ദർ ഈസ് റിസറക്ഷൻ. ഇന്ന് കർത്താവ് വന്നാൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന നാം ഉൽപ്രാവണം പ്രാപിക്കും. വിൽ ബി റാപ്ചേർഡ്. He will return. When he returns in the mid-air, the resurrected and the raptured will have reunion in heaven. ഉയർത്തെഴുന്നേറ്റവരും ഉൽപ്രാവണം പ്രാപിച്ചവരും ഉയരത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അവന് റീയൂണിയൻ ഉണ്ടാകും. There we will be rewarded. അവിടെ 7 വർഷം നാം ഉണ്ടാകും. നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ്. ക്രിസ്തു ന്യായാസനം ഭാഗത്ത് നിൽക്കാൻ പോകാൻ എന്താണ് പ്രതിഫലം? 1000 ആണ്ട്. ഏത് പട്ടണത്തിൽ? കോട്ടയത്താണോ കാൻസാസ് സിറ്റിയിലാണോ എവിടെയാണ് നാം ഭരിക്കേണ്ടതെന്നുള്ളത് കർത്താവ് അന്നാണ് തീരുമാനിക്കുന്നത്. അതാണ് റിവാർഡെന്ന് പറയുന്നത്. അല്ല സ്വർണ്ണം വിട്ടുകൊണ്ട് അവിടെ നടക്കുന്നതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. കർത്താവ് നമുക്ക് റിവാർഡ് തരാൻ പോകുന്നത് അതാണ്. അധികാരവും അവകാശവുമാണ് തരുന്നത്. അത് ഇന്ന് നാം ഇവിടെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവകാശം. എന്നിട്ട് ആ 7 വർഷം ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? സോ റാപ്ചേർഡ് ആൻഡ് ദ റിസറക്റ്റഡ് വിൽ ഹാവ് റീയൂണിയൻ. വി വിൽ ഹാവ് റിവാർഡ് ഡ്യൂറിങ് ദാറ്റ് 7 years. ആൻഡ് ക്രൈസ്റ്റ് വിൽ റൂൾ ദിസ് വേൾഡ്. അന്തിക്രിസ്തു ഇവിടെ ഭരിക്കാൻ പോവുകയാണ്. ഇതാ വരാൻ സ്വയമായി. ഇന്ന് നാം കാണുന്ന യുദ്ധമുണ്ടല്ലോ, അതെല്ലാം യാഥാർത്ഥ്യമാണ്. ഞാൻ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റായിരുന്നു. എൻ്റെ പുസ്തകമുണ്ട്, ഞാനിപ്പോൾ പറയാം. ഇന്ന് നാം കാണുന്നത് ഹമാസും ഹൂത്തീസും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ISIയും ഇതെല്ലാം തുടങ്ങിയിരിക്കുന്ന കഴിഞ്ഞ ഏകദേശം 1.5 വർഷമായി നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് അന്ത്യയുദ്ധമായിട്ട് മാറുകയാണ്. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു 10 മാസത്തിനകം വലിയ ശാന്തത വരാൻ പോവുകയാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്. എന്ന സുരക്ഷിതത്വം, ശാന്തത, സേഫ്റ്റി എന്ന് പറയുമ്പോൾ അവന് അപകടമാകും. ഇസ്രായേൽ ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് പ്രോസ്പെറസ് കൺട്രി. ശാന്തത വന്നിട്ട് ഇസ്രായേൽ ഏറ്റവും സമൃദ്ധമാകും. അന്നേരമാണ് ഇറാനും ടർക്കിയും സുഡാനും ലിബിയയും കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത്. എസെക്കിയേൽ 38-39 ശ്രദ്ധിക്കുക. എസെക്കിയേൽ 38-39 ഇതെല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് സംഭവിക്കും. അങ്ങനെ അവരെല്ലാം കൂടെ വന്നിട്ട് ഹർമഗദോൻ യുദ്ധം തുടങ്ങിയാണ്. അപ്പോൾ ഒരു നേതാവ് ഇവിടെയുണ്ട്. ആരാ? അന്തിക്രിസ്തു. നമ്മളപ്പോൾ ഉയരത്തിലാണ്. അന്തിക്രിസ്തുവിൻ്റെ ഭരണമാണ് 7 വർഷം. അവൻ ഇസ്രായേലുമായിട്ട് ഒരു 7 വർഷത്തെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടിയിൽ 3.5 വർഷം കഴിയുമ്പോൾ അവനൊരു ടെമ്പിൾ, ഒരു ദേവാലയം പണിഞ്ഞു കൊടുക്കും. ആ ദേവാലയത്തിൽ അവൻ തന്നെ അവൻ്റെ പ്രതിമ സ്ഥാപിക്കും. ആ പ്രതിമ സംസാരിക്കും. അനേകർ ഉപദ്രവിക്കപ്പെടും. മഹാപീഡനം വരാൻ പോവുകയാണ്. മഹാപീഡനത്തിങ്കൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കുറച്ചു പേരൊക്കെ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ നിവധിക്കും. അതിനുശേഷം ഹർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാനം അവർ മശിഹായെ വരണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു താഴേക്ക് വരും. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആരുണ്ട്? നാമുണ്ട്. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിച്ച നാമെല്ലാം ഉൽപ്രാവണം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട നാം എല്ലാം കൂടെ വരാൻ പോവുകയാണ്. വന്നിട്ട് ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. 1000 ആണ്ട് ചങ്ങലയിടും. വെളിപ്പാട് പുസ്തകം 19-20 അധ്യായം. വെളിപ്പാട് 20-1 വായിച്ച്. വെളിപ്പാട് 1:20. വെളിപ്പാട് 20:1. വായിക്കും. ആ അഞ്ചും ആറും വായിക്കാവും. 5ഉം 6ഉം. വിശ്വസിക്കുന്നുണ്ടോ? 1000 നമ്മളാ വാഴാൻ പോകുന്നത്. അതാ ഞാൻ മോദിയോട് പറഞ്ഞു, എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നത്? ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുക. 1000 ആണ്ട് വഴിയിൽ 50 വർഷം നീ അദാനിയുടെ കൂടെ ഒക്കെ കുറേ ഉണ്ടാക്കി എന്തോ എടുക്കാനാ? 1000 ആണ്ട് വാഴാൻ പോവാ. നമ്മൾ പോലും വിശ്വസിക്കുന്നില്ല. ഇവിടുത്തെ സെമിനാരികളിലൊക്കെ എഴുതുന്ന ഇതൊക്കെ ചുമ്മാതാണ്. ഞാൻ ഒരു ബൈബിൾ കോളേജിൽ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബൈബിൾ കോളേജിൽ പ്രസംഗിക്കാൻ പോയി. ഈ വിഷയം ഞാൻ സംസാരിച്ച്
ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ പറയുക, അങ്കിളെ പറഞ്ഞതൊക്കെ വെറും മിഥ്യയാണ്. അവിടുത്തെ പ്രൊഫസറാ, ബൈബിൾ കോളേജിലെ പ്രൊഫസറാ, അങ്കിൾ പറഞ്ഞതൊക്കെ മിഥ്യയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഞാൻ സഹോദരനോട് സഹതാപേ ഉള്ളൂ, സഹോദരൻ ഇവിടെ പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്ന്. സഹോദരൻ ഇവിടെ റിസൈൻ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ കഴിയാത്തവൻ ഇന്നത്തെ ബൈബിൾ സ്കൂളിൽ അങ്ങനെയാണ്. ഇത് ദൈവ വിജ്ഞാനമാണെന്ന് മനസ്സിലാക്കാത്തവൻ, ദൈവനിശ്വാസ്യമാണെന്ന് സ്വീകരിക്കാൻ കഴിയാത്തവൻ, ഇതിനെ ചോദ്യം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അവനാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്, പ്രൊഫസറാണ്. 1000 ആണ്ട് വാഴും. മഹോദരി കൂടെ കടക്കുമല്ലോ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അതൊന്നും എനിക്ക് കടക്കട്ടിയോരൊക്കെ കടന്നോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പ്രീ ട്രിബുലേഷനോ പോസ്റ്റ് ട്രിബുലേഷനോ മിഡ് ട്രിബുലേഷനോ എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഞാൻ അന്തിക്രിസ്തു ആരാന്ന് പറയുന്നത്. ചില ചോദിക്കും അന്തിക്രിസ്തു ആരാന്ന്, ചിലപ്പോൾ ഞാൻ പറയും നീ ആയിരിക്കും എന്ന് പറയും. എന്നോട് ചോദിക്കുന്നുണ്ട് പറയാം, അന്തിക്രിസ്തു ആരായ നമുക്ക് എന്നാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അന്തിക്രിസ്തുവിനെ നോക്കി, എൻ്റെ കർത്താവിനെയാണ് നോക്കുന്നത്. എൻ്റെ കർത്താവ്, എൻ്റെ ക്രിസ്തു വരാൻ പോവാ. ഐ എം ലുക്കിംഗ് ഫോർ ഹിം. അവനെ കാക്ഷിക്കുന്നവർക്കാ ദയ സന്തോഷം. എൻ്റെ കർത്താവ് വരും, ഈ മർത്യമായത് അമർത്യമായത് ധരിക്കും, ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെ ധരിക്കും. അവൻ്റെ കൂടെ ഞാൻ അവൻ്റെ മുഖം കാണും, അവനെ പോയ പോലെ കാണും, ഞാൻ അവൻ്റെ കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ഞാനതാ നോക്കുന്നത്. 1000 ആണ്ട് നമ്മൾ വാഴാൻ പോവുകയാണ്. സാത്താൻ്റെ ചങ്ങലയാണ്. സോ ദ റെയിൻ ഓഫ് ആൻറ്റിക്രൈസ്റ്റ് വിൽ ബി ഓവർ, ദ റൂൾ ഓഫ് ജീസസ് വിൽ ടേക്ക് ഓവർ, ദ റൂൾ ഓഫ് നമ്മൾ ഏറ്റെടുക്കും. സൗകര്യമാരെ, നമ്മുടെയൊക്കെ സഭകളിലൊന്നും നിങ്ങൾക്കൊന്നും അധിക സ്ഥാനമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നമ്മളങ്ങനെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല. നമ്മളിവിടെ ഭരിക്കാൻ പോവാം. ചിലപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അമേരിക്ക ഭരിക്കാൻ പോകട്ടെ. ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വെറും കള്ളത്തരമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു. ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. 400 പേജുണ്ട്. ഒരു പത്രപ്രവർത്തകൻ ഭാവി കാര്യങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനമാണ്. ഇത് റിലീസ് ചെയ്തത് ബോംബെയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ യഹൂദനാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബാബു, നിൻ്റെ പുസ്തകത്തിൽ എന്തിനാ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പിക്ചർ, ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗാണ് നക്ഷത്രമുള്ളത്, ദാവീദിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ, നിങ്ങളുടെ മശിഹ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മശിഹ ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവാ യെരുശലേമിൽ. വായിക്കാൻ പറഞ്ഞു, വാഴാൻ വരും. ആ യെരുശലേമിൽ നിന്ന് നിങ്ങളുടെ മശിഹ വാഴാൻ പോവുക. അപ്പം അത് കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാനിതിട്ട്, എനിക്ക് നിങ്ങളുടെ മശിഹയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നെ ലിഫ്റ്റിൽ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഞാൻ തോളെ തട്ടി പറഞ്ഞു, സാറേ, നിങ്ങളുടെ മശിഹ 1000 ആണ്ട് വാഴാൻ യെരുശലേമിൽ വരുമ്പോൾ ഞാനും കാണുമെന്ന് പറഞ്ഞു. മൊസാദ് ഇത് വായിച്ചുകൊണ്ടിരിക്കുക എൻ്റെ പുസ്തകം. ഇതാണ് വേണ്ടിയത്. എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാനൊരു രാജാവായി വാഴും. ഞാൻ ഇസ്രായേലിലായിരുന്നപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞു, സാറേ, ഒലിവുമലയിലിരിക്കുമ്പോൾ ഗൈഡ് പറഞ്ഞു, ഈ ഒലിവുമലയിൽ ഇത് 2 പിളരും സാറേ എന്ന് പറഞ്ഞു. അവിടുത്തെ ഗൈഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ? ഹിൽട്ടൺ ഒരു ഹോട്ടൽ പണിയാൻ തീരുമാനിച്ചു. പക്ഷേ ജിയോളജിസ്റ്റ് പറഞ്ഞു ഇത് പിളരും. അറിഞ്ഞില്ല. എൻ്റെ സാറേ, ഞാൻ ബൈബിൾ എടുത്തവനെ കാണിച്ചു, നിൻ്റെ ജിയോളജി വേണ്ട ഇതിൻ്റെ അകത്തുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കാല് നിങ്ങൾ കാണുന്നതാണ്ട്. ഞാൻ ഒലിവുമല മറ്റേ മല കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ മല കാണിച്ചു, ആ മലയിലാണല്ലോ ഈ യേശുവിനെ സൂക്ഷിച്ചത്. അവൻ പോയി, അവൻ യഹൂദനാ, അവനൊന്നും വിശ്വസിക്കുന്നില്ല, അവൻ വീണ്ടും വരും. യേശുവിൻ്റെ കാല് അവിടെ പതിക്കുമ്പോൾ ഇവിടെ 2 വിടരുമെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെക്കാട്ട് വലിയ ജിയോളജി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ അവൻ പറഞ്ഞു, സാറേ, യൂഫ്രട്ടീസ് നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെന്തിനാ യൂഫ്രട്ടീസ് നദി നറ്റുന്നേ അറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. 20 ലക്ഷം കാലാൽപ്പട ഈസ്റ്റിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും നടന്നു പോകണം ഹർമഗദോൻ യുദ്ധത്തിന്. സോൾജേഴ്സ് പോകണം. അതെങ്ങനെയാണ് പോകുന്നത്? റോഡ് വേണ്ടേ? കഴിഞ്ഞ 9 വർഷമായി ഒരു സിൽക്ക് റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക ചൈന. നിങ്ങൾക്കറിയാമല്ലോ. റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക 6200 മൈൽ അകലേക്ക്. ഇതാ സൗദിയുടെ ആ പാർശ്വത്തിൽ കൂടെ മെഡിറ്ററേനിയനിലേക്ക് നീങ്ങിയാണ്. അത് യൂഫ്രട്ടീസ് നദി കടക്കുന്ന യൂഫ്രട്ടീസ് നദിയുടെ അരിയിലാണ് പോകുന്നത്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഈ റോഡിൽ കൂടെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും 20 ലക്ഷം കാലാൽപ്പട വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? യൂഫ്രട്ടീസ് നദി വറ്റിയിരിക്കും, യുദ്ധത്തിനായിട്ട് കയറും. ഇതൊക്കെ ഉണ്ടോ? വേറൊരു സിറ്റി ഉണ്ട്, മഹദിയാം ബാബിലോൺ. സൗദിയിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. നിയോം സിറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നിയോം സിറ്റി ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. 5G ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ AI സിറ്റി.
അതായിരിക്കാം മഹതിയാൻ പാടില്ല, നാടെന്ന് ഞാൻ പറഞ്ഞില്ല, അതായിരിക്കാം. ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് വായിക്കണം. ഇതിന് മലയാളം ട്രാൻസ്ലേഷൻ ചെയ്ത് വെച്ചിട്ട് 3 വർഷമായി. 6 ലക്ഷം രൂപ വേണം, നിവൃത്തിയില്ല. ഇത് നിങ്ങൾ റിവൈസ് ചെയ്ത്, ഇന്നലെ ഒരാൾ പറഞ്ഞ് റിവൈസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ കാലം വെച്ച് ഞാൻ 2 മാസം ഇത് റിവൈസ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇത് ഒരു വലിയ പുസ്തകമാകയാൽ ഞാനൊരു ചെറിയ പുസ്തകം എഴുതി. എന്താണെന്നറിയില്ല, സോറി. എൻ്റെ ഒരു ഹിന്ദി വേർഷനേ ഉള്ളൂ. ഹിന്ദി വേർഷനാണ്. ഒരു അഖില ലോക നേതാവ് വരുന്നു. എ ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ ആണ് ഇംഗ്ലീഷിൽ. മലയാളത്തിലുണ്ട് ഇതാ ഒരു നേതാവ് വരുന്നു. അത് ഞാൻ നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്താക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ ഗോവയിലെ ഗവർണർ ശ്രീധരൻ പിള്ളയാണ് ഇത് റിലീസ് ചെയ്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല കവറാണല്ലോ. അപ്പോൾ ഇത് നോക്കി വെച്ച് പറഞ്ഞു, ഇത് ക്രൗൺ ഓഫ് തോൺസ്, പുൽക്കിരീടമാണെന്ന് മനസ്സിലാക്കി. എന്താ ചോദിച്ചു, ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ. എൻ്റെ ചോദിച്ചു, യേശു ക്രിസ്തു അല്ലേ വരുന്നത്? അവൻ അതെ, വായിക്കാൻ പറഞ്ഞു. വായിച്ചു കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിരുന്നു. ഇത് 16 ഭാഷയിൽ ഞാൻ 1 ലക്ഷം കോപ്പിക്ക് ഓർഡർ 16 ഭാഷയിൽ എഴുതിയാണ് 1 ലക്ഷം ആത്മാക്കൾക്ക് എത്തിക്കാൻ വേണ്ടി. ഞാൻ ഓൾറെഡി 50,000 കോപ്പി കൊടുത്തു കഴിഞ്ഞു. ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. ഇവാഞ്ചലിസ്റ്റിക് ബുക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് സുവിശേഷം പറയുവാനുള്ള വലിയ അവസരമാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. ആർക്കും താല്പര്യമാണ്, തുടങ്ങണം. ആ യുദ്ധത്തെപ്പറ്റി എന്ത് പറയുന്നു? ഒരു 5 മിനിറ്റ് ഒരാളെ കിട്ടിയാൽ മതി, ആ യുദ്ധത്തിൽ യേശു വരാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പം അർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാനം യേശു വരാൻ പോവുകയാണ്. ഈ എല്ലാ രാജ്യങ്ങളും കൂടുന്ന അന്തിമ യുദ്ധമാണ് നീങ്ങുന്നത്. ഇസ്രായേലിനോട് ആരും കൂടെയില്ല. അവർ കരയാൻ തുടങ്ങും. മശിഹായെ വരണേ എന്ന് കരയുമ്പോൾ അവൻ വരാൻ പോവുകയാണ്. അന്തിക്രിസ്തുവിനൊന്ന് യേശു ക്രിസ്തു വന്നിട്ട് വെളിപ്പാട് പുസ്തകം നാം വായിച്ചതുപോലെ അന്തിക്രിസ്തുവിനെയും തള്ളും. അവൻ അവസാനം സാത്താനെ 1000 ആണ്ട് പൂട്ടും. അത് കഴിഞ്ഞ് അവനെ വിടും. ആ 1000 ആണ്ട് നമ്മൾ വാഴാൻ പോവുകയാണ്. സോ ടുഡേ ദിസ് ഈസ് ദ പ്രൊബേഷൻ പീരിയഡ്. നമ്മുടെ ഇന്നത്തെ 70 വർഷം 80 വർഷം പറയുന്നത് പ്രൊബേഷൻ പീരീഡാണ്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോൾ റോയ് സാർ പറഞ്ഞല്ലോ, ദർ ഇസ് ഓൺലി വൺ ലൈഫ്, ദാറ്റ് വിൽ സൂൺ ബി ഓവർ. ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് അവസാനിക്കില്ലേ? ഈ ഒരൊറ്റ ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരെ പോലെയാണോ? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു മക്കളും ബൈബിൾ മക്കളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാഴേണ്ടവനെ വീണവൻ വീണു, വീണവനെ വീണ്ടെടുത്ത് വാഴുവാനുള്ള അധികാരമാക്കി. അങ്ങനെയാണ് സഭയെന്ന് പറയുന്നത്. സഭയാണ് ഭരിക്കാൻ പോകുന്നത്. ലോകത്തിലെ നമ്മളാണ് വാഴേണ്ടവരെ 70 വർഷം 80 വർഷം ഇവിടെ ട്രെയിനിങ് തന്നിട്ട് പ്രൊബേഷൻ പീരീഡിൽ വാഴാൻ അധികാരം. പ്രൊബേഷൻ പീരീഡിൽ എന്താ ജോലി? നമ്മുടെ ജോലി എന്തുവാ? ക്രിസ്തു ശേഷം ജോലി എന്താ? പറഞ്ഞോ, തെറ്റാലും കുഴപ്പമില്ല, തെറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്താ ജോലി? ഒറ്റ ജോലിയേ ഉള്ളൂ. എന്താ കർത്താവ് പറഞ്ഞേ? വാട്ട് ഈസ് ദിസ് ഗ്രേറ്റ് കമ്മീഷൻ? സകല ജാതിയോടും എൻ്റെ സാക്ഷ്യം പറയുക. എൻ്റെ സാക്ഷ്യം, വിറ്റ്നസ് മീ, എന്നെ സാക്ഷ്യപ്പെടുത്തുക. അത്രയേ ഉള്ളൂ, ഇല്ലയോ? അപ്പോൾ ഈ 70 വർഷം എൻ്റെ ജോലി. 70 വർഷം എന്ന് പറഞ്ഞാൽ 1784, 840 മാസമേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ 840 മാസത്തെ ജീവിതത്തിന് വേണ്ടി എത്ര കോടിയുടെ വീടാണ് നമുക്ക് വേണ്ടിയത്? എത്ര കാറാണ് വേണ്ടിയത്? എത്ര സൗകര്യങ്ങളാണ് വേണ്ടിയത്? മതിയായില്ലേ പ്രിയപ്പെട്ടവരെ? ഇതാണോ നമ്മളെ ഉദ്ദേശിച്ചത്? റോട്ടി കപ്പട മക്കാനാണോ? 23-ാം സങ്കീർത്തനം നാം എന്താ വായിക്കുന്നത്? യഹോവയുടേനാണെന്നുണ്ടെങ്കിൽ ആടുകൾ എന്തിനാണ് വിഷമിക്കുന്നത്? നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. പോടുക, വറി കറി അല്ലേ? അൾസറാ, എല്ലാവർക്കും ടെൻഷനാണ്. എല്ലാവർക്കും ഇവിടെ ടെൻഷനാണ്. ഞാൻ അമേരിക്കയിലാണ് പറഞ്ഞത്. ഡിപ്രഷൻ. 5 വയസ്സുള്ളവനും 50 വയസ്സുള്ളവനും എല്ലാം ഡിപ്രഷനാണ്. സൈക്കോസോമാറ്റിക് ഡ്രഗ്സാണ് വയ്ക്കുന്നത് എല്ലാവർക്കും. ഞാൻ അംബാനിയുടെ നാട്ടിലാണ്, അദാനിയുടെ നാട്ടിലാണ് താമസിക്കുന്നത്. എനിക്കൊരു കൊച്ചുമോളുണ്ട്, അന്ന എന്നാണ് അതിൻ്റെ പേര്. ഒരു ദിവസം KG ക്ലാസ്സിൽ, സൈഡിയർ KGയിൽ ഞാൻ ക്ലാസ്സിൽ വീട്ടിൽ സ്കൂളിൽ പോയി വിളിക്കാൻ വന്നു. 5 വയസ്സായിട്ടേ ഉള്ളൂ. 5 വയസ്സുള്ളപ്പോൾ അപ്പച്ചാ എനിക്കങ്ങ് ടെൻഷനാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റും മോളെ? ടീച്ചർ പറഞ്ഞ് എക്സാമിനേഷൻ നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. അന്ന് എക്സാമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ടെൻഷനാണ്. അപ്പോൾ അന്നയ്ക്കും ടെൻഷൻ, അദാനിക്കും ടെൻഷൻ. അദാനിയുടെ പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ലോകം മൊത്തം അങ്ങ് ടെൻഷനാണ്. കർത്താവ് എന്താ പറഞ്ഞത്? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, മുമ്പേ എൻ്റെ കാര്യം നോക്കി റോട്ടി കപ്പട മക്കാനായുക. വീടും കാറും എല്ലാം വരുമെന്നേ. അതിൻ്റെ അതിൻ്റെ പുറകെ ഓടുക. അവിടെ ലോൺ എടുക്കുന്നു, ഇവിടെ ലോൺ എടുക്കുന്നു. മമ്മൂട്ടിയാന്ന് തോന്നുന്നു പറഞ്ഞു ഈയിടെ
ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കഴിഞ്ഞു. ഏതോ ഒരു സ്വർണ്ണത്തിന്മേൽ കടം വായ്പ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ മമ്മൂട്ടിയാണെന്ന്, അതെങ്കിൽ മോഹൻലാലാ. ഇങ്ങനെയാണ്, വീട്ടിൽ സ്വർണം വെച്ചേച്ച് നാടെല്ലാം വായ്പയ്ക്ക് തെണ്ടി നടക്കുകയാണ്. ഇത് ബ്രദറുകാരുടെ കാര്യമാണ്, വിശ്വാസികളുടെ കാര്യമാണ്. വീട്ടിൽ സ്വർണ്ണം ഇരിപ്പുണ്ട്, ഇതാ സ്വർണം, ഇതാണ് സ്വർണം, ഇതാണ് നിധി. ഇതിന് പകരം നാടെല്ലാം നടക്കുക, ലോൺ എടുക്കാൻ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ വൃത്തിയാ പ്രിയപ്പെട്ടവരെ. ജീവിക്കേണ്ടതിന് വേണ്ടി ജീവിക്കുക, എൻ്റെ സാക്ഷികളാകുവാൻ ജീവിക്കുക. വി നീഡ് ടു റീ എൻജിനീയർ അവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിത ശൈലിയെ ഒന്ന് റീ എൻജിനീയർ ചെയ്യണം, റീഫോക്കസ് ചെയ്യണം. എനിക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പാടില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പെട്ട അവൻ്റെ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. 70 വർഷം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഒടുവിൽ നിങ്ങളൊരു ട്രാക്റ്റ് കൊടുത്തത് നിങ്ങൾ കൊടുക്കുന്നറിയാം. ഞാൻ ക്രിസ്തുവിന് ചോദ്യമല്ല. നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നത് എനിക്കറിയാം, നിങ്ങൾ വളരെ വിറ്റ്നസ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഫോണിൽ കൂടെ മറ്റാരുടെയും കാര്യം പറയേണ്ട, ഒരു സഭയിലെയും കാര്യങ്ങൾ പറയേണ്ട. നമ്മുടെ സഭകൾക്ക് പറഞ്ഞ് വിഭജിച്ച് ഞാൻ സാധാരണ പറയാറുണ്ട്, ബ്രദറൻ സഭകൾ കേരള കോൺഗ്രസിൻ്റെ വിഭജിക്കും വളരും തോറും വിഭജിക്കും. ഇതാണ് നടക്കുന്നത്. എന്താ നമ്മുടെ സഭകളിൽ നടക്കുന്നത്? നിർത്തിയതൊക്കെ ഒരാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, ഒരേ പാനീയത്തിൻ്റെ, ഒരേ വക്പത്തിൻ്റെ അംശങ്ങളായ നമ്മൾ ഇതൊക്കെ നിർത്തുക. അന്യോന്യം സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും സഹകരിക്കാനും സഹായിക്കാനും പഠിക്കുക. നമുക്ക് കർത്താവിനെ നോക്കി ജീവിക്കാം, അവനെ സാക്ഷി. ഒരു ദിവസം ഒരാളോട് പോലെങ്കിലും സുവിശേഷം പറയാതെ ഉറങ്ങരുത് പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ ജോലിയേ ഉള്ളൂ. നാം എത്ര പേരോട് സുവിശേഷം പറയുന്നു എന്നുള്ളത് വളരെ കാതലായ ഒരു വിഷയമാണ്. Literature. Remember this. Time is short. Satan is swift. Hell is hot. Ready or not, Christ is coming. Till he comes, let's witness him. Let us walk with him. Let us worship him. Let's witness him through our life, through our lips, through literature, through love. കർത്താവ് വരാൻ പോവുകയാണ്. സമയം അധികമില്ല, കാലം അധികമില്ല. സാത്താൻ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം മത്തായി സുവിശേഷം 24-25 വായിക്കുന്നത് പോലെ നോഹയുടെ കാലം, സോദോം ഗോമോരയുടെ കാലം നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ്. 2000 വർഷം കർത്താവ് പറഞ്ഞ സമയം ആഗതമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രവർത്തിക്കാം. പീഡനം വർദ്ധിക്കും. മത്തായി 24 പറയുന്നുണ്ടല്ലോ, യു എക്സ്പെക്ട് ദീസ് തിങ്സ്. അന്ത്യകാലത്ത് ദുർഘട സമയം വരും. തിമോഥെയോസിനോട് പറയുന്നുണ്ട്, മനുഷ്യർ സ്വസ്നേഹികളാകും, പാപം വർദ്ധിക്കും. കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ആ ദേവാലയത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, കർത്താവേ, എന്നാ നീ വരുന്നത്? അതൊന്നും നീ പ്രശ്നമാക്കണ്ട. അവൻ വരുന്നതിൻ്റെ 6-7 സയൻസ് പറയുന്നുണ്ട്. എന്താണ്? വഞ്ചന. മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, വീണ്ടെടുപ്പിൻ്റെ പേരിൽ വഞ്ചനയാണ്. ക്രിസ്തു എന്ന് പറഞ്ഞ്, വിമോചനം എന്ന് പറഞ്ഞ് ആൾ ദൈവങ്ങൾ വരുന്നു, ഇസങ്ങൾ വരുന്നു, എല്ലാം വരുന്നു. വഞ്ചിക്കപ്പെടരുത്. ഡിയുവൽ മേ ബി ഡിസീവ്ഡ്. എന്താ വഞ്ചനയല്ലേ? അസത്യമില്ലല്ലോ. സത്യമേവ ജയതേ എന്ന് പറയുന്നത് അസത്യമാണ്. ഞാൻ ജേർണലിസ്റ്റായതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിലും പാർലമെൻറ്റിലും ഒക്കെ പോകാറുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സത്യമേവ ജയതേ, സത്യം ജയിക്കും. ഞാനൊരു എഡിറ്ററോട് പറഞ്ഞു, ഇതങ്ങ് മാറ്റണം, അസത്യമേവ ജയതേ എന്ന് എഴുതണം. ഇല്ലേ? അസത്യമല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു, സത്യം ജയിക്കും. യു ക്യാൻ നെയിൽ ദ ട്രൂത്ത് ഓൺ ദി ക്രോസ്, യു ക്യാൻ ബറി ദ ട്രൂത്ത് ഇൻ ദ ടൂംബ്, ബട്ട് ഓൺ ദ തേർഡ് ഡേ ട്രൂത്ത് ഷാൽ ബി റൈസിങ് അഗെയിൻ. നിങ്ങൾക്ക് സത്യത്തെ കുരിശിൽ തറയ്ക്കാം, നിങ്ങൾക്ക് സത്യത്തെ കല്ലറയിലടക്കാം, സത്യം 3-ാം നാൾ എഴുന്നേൽക്കും. മോദി, നിങ്ങൾ ഞങ്ങളെ കൊല്ലുകയാണ്, സത്യമാണ് ഞങ്ങൾ പറയുന്നത്, സത്യം എഴുന്നേൽക്കും. സത്യത്തെ കുരിശിൽ തറച്ചാലും കബറിങ്കലിട്ടാലും സത്യം ഉയർത്തെഴുന്നേൽക്കും. രാജാതിരാജവൻ, കർത്താതികർത്താവൻ യേശു രാജാതിരാജാവായി വരാൻ പോവുകയാണ്. സത്യം ജയിക്കും. സത്യമേവ ജയതേ. അതെ, കർത്താവ് വരാൻ പോവുകയാണ്. 1000 ആണ്ട് നാം വാഴാൻ പോവുകയാണ്. തയ്യാറാണോ? കർത്താവ് വരാൻ പോവുകയാണ്. നമുക്ക് ലിറ്ററേച്ചർ ഉപയോഗിക്കാം, നമുക്ക് സ്നേഹത്തിലെ കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്ക് തീർക്കാം, നമ്മുടെ സഹജീവികളോട് നമുക്ക് സഹായിക്കാം, ജയിലിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ നമുക്ക് കരയാൻ. പ്രിയപ്പെട്ടവരെ, ആരുമില്ല കർത്താവല്ലാതെ. നമുക്കൊരു സഹായമില്ല. വിദേശ ഗവൺമെൻറ്റോ ആരും നമ്മളെ സഹായിക്കത്തില്ല. പ്രിയ റോസോരൻ പറഞ്ഞതുപോലെ, ഞാൻ സാധാരണ ഇപ്പോൾ പറയുന്നത്, ദ നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ഗോസ്പൽ റവല്യൂഷൻ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഓൺ ദ പ്രിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കാരാഗൃഹങ്ങളിൽ, ഇന്ത്യയിലെ ജയിലുകളിലാണ് ഒരു വലിയ മഹാസുവിശേഷ വിപ്ലവം ഉത്ഥാനം ചെയ്യാൻ പോകുന്നത്.
ഇതാ സഹോദരൻ പറഞ്ഞ പോലെ ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചായ അവന്മാർ അങ്ങോട്ട് ജയിലിൽ അങ്ങോട്ട് ഇടുമ്പോൾ ഒരൊറ്റ തള്ള, എന്നിട്ട് വെൽക്കം എന്നാണ് പറയുന്നത്, സ്വാഗതക്കരോനാ. എങ്ങനെയാണെന്നറിയാം, അവിടെ കിടന്ന ഇൻമേറ്റ്സ് ആദ്യമായിട്ട് പുരോൾ ചെയ്യും, ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ സ്വീകരിക്കുന്നറിയാം, അവിടെ കിടക്കുന്ന തസ്കരന്മാർ ഒറ്റ അടിയായി ഇവിടെ ഇങ്ങനെ, വേറൊരുത്തമ്മൻ ഇവിടെ അടി, അവൻ താഴെ വീഴും. ആദ്യത്തെ ജയിലിലെ വെൽക്കം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ എൻ്റെ സൗരന്മാരെ അവർ ചെയ്യുന്നത് ചെള്ളക്കടിച്ച് താഴെയടിയാണ് ചെയ്യുന്നത്, അടിയോടടിയാണ്. ഉപദ്രവിക്കുക, എടുത്ത് പറയും ഇവനെ സൂക്ഷിച്ചോ, ഇവൻ ഇടപെടുക, ഇവൻ നിന്നോട് സുവിശേഷം പറയും, ഇവൻ യേശുവിനെ നിൻ്റെ മതം മാറ്റുമെന്ന് പറഞ്ഞു അടിയാണ്. എന്നാൽ 2 മൂത്തം കഴിയുമ്പോൾ ഈ ചോരയും ഒലിച്ചുകൊണ്ട് ഈ നിന്നയും സഹിച്ചുകൊണ്ട് ആ 60 പേരാണ് വെറും 10/10 കഴിയുന്നത്. ഒരു കക്കൂസിലാണ്, ഒരു കക്കൂസ് പോലുമില്ല. രാവിലെ ആ ഷീജയും അവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, രാവിലെ ഒരു ഗോതമ്പുണ്ട കൊടുക്കും രാവിലെ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയും ഇച്ചിരി ദാൽ കറിയും വെള്ളവും കൊടുക്കും, വൈകിട്ട് ഒരു ഇച്ചിരി ചോറും ആ ദാൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ മാസങ്ങൾ അവിടെ കഴിഞ്ഞു. എന്നാലും ദുഃഖമില്ല, വേദനയില്ല, പ്രയാസമില്ല. അടികൊണ്ടു ഇടികൊണ്ടു അവർ പാടുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ അവർ വിശ്വാസികൾ നമ്മുടെ സഹോദരന്മാർ പാടിയതുപോലെ അവർ പാടി. ആർക്കും റോയ്സാരൻ പറഞ്ഞല്ലോ, പാടുകയാണ്. വേദനയുണ്ട്, ദുഃഖമുണ്ട്, എന്നാൽ ഉള്ളിൽ സന്തോഷമുണ്ട്. ഈ ശരീരം മാറും, ഈ ശരീരത്തെ പീഡനിക്കാമുള്ളൂ, അവരുടെ ആത്മാവിനെ ആർക്കും തൊടാൻ കഴിയില്ല. അനേകർ കർത്താവിലേക്ക് വന്നു. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാം. കേരളത്തിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കരുത്. കേരളീയ ക്രിസ്ത്യാനികളെ വഞ്ചിതരാകരുത്. ഇവർ നിങ്ങളുടെ അരമനകളിൽ, നിങ്ങളുടെ പള്ളികളിൽ കേക്കുമായിട്ട് കയറുന്നത് വഞ്ചനയാണ്. ആട്ടിൻ തോലണിഞ്ഞ വൂൾസാണ്, ശ്രദ്ധിക്കണം, ചെന്നായ്ക്കളാണ്, വഞ്ചിതരാകരുത്. വോട്ടിനു വേണ്ടി എന്തും ചെയ്യും, എന്നാൽ നിന്നെ തുറുങ്കിലടയ്ക്കും. എന്താണ് സംഭവിച്ചത്? എൻ്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത്, ഇലക്ഷന് മുമ്പ് പറഞ്ഞത്, ഛത്തീസ്ഗഡിൽ ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം. ഞാൻ അന്നേ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സംരക്ഷണവും വേണ്ട. അവർ വന്നു. ഇന്ന് എത്രയോ പേരാണ് ഛത്തീസ്ഗഡിൽ കൊല്ലുന്നത്. ഒരു സഹോദരൻ ചരിത്രം പറഞ്ഞു. ഞങ്ങളുടെ ഒത്തിരി അസംബ്ലികൾ അവിടെയുണ്ട് ബസ്തറിൽ. അവിടെ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മുടെ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. ഒരു സഹോദരി, അവർക്ക് സ്വന്തം പാഡി ഫീൽഡ് നിലമുണ്ട്. പുള്ളിക്കാരി തന്നെയാണ് ഉഴുന്നത്, ആദിവാസിയാണ്, മുട്ടിക്കയാണ്. 10 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്നു. അവരുടെ നിലമുഴുന്നു. നീ നില ഉഴരുതെന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം ത്യജിക്കണമെന്ന് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ നില ഉഴുവെന്ന് പറഞ്ഞു. വിശ്വാസം അവരെ അടിച്ചു കൊന്നിട്ട് എന്താണ് പോലീസ് പറഞ്ഞതെന്നറിയാമോ? ഏതാണ്ട് അയലോക്കത്തുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. എഴുതിത്തള്ളി. ആ സൗകര്യം 3 വർഷം അവർ അടക്കാൻ സംഭവിച്ചില്ല. 20 കിലോമീറ്റർ അകലെ ആരോ കൊണ്ടുപോയി അടക്കേണ്ടി വന്നു. നമുക്കാരെയും വിശ്വസിക്കാനൊക്കത്തില്ല. വേണ്ട, ഞങ്ങളുടെ സഹായം കർത്താവിങ്കിൽ നിന്നാണ്. എൻ്റെ സഹായം ഭൂമിയെ ആകാശം സൃഷ്ടിച്ചത് യഹോവയിൽ നിന്നത്രേ. അവൻ നമ്മെ പരിപാലിക്കും. അവൻ അടിച്ചാലും ഞാൻ ഓടുകയില്ല. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാൻ ഇനി അധികം സമയമില്ല. അവൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധരംപ്രകാശ് ശർമ്മ. അപ്പോൾ 1000 പാട് നാം വഴിയാണ്. കാലമെല്ലാം കഴിയും, ഇന്നെ പുതുയുഗം വിരിയും, തിരികെ വരും ഞാൻ. തിരികെ വരാതെ എന്നല്ല, തിരികെ വരും. അത് ചെറിയാൻ സാറ് എഴുതിയൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. തിരികെ വന്ന് നാം ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത്. നിങ്ങൾക്ക് പലർക്കും ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. സത്യവാൻ മുഖാമുഖം. ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു, പാർലമെൻറ്റ് മെമ്പറായിരുന്നു. 480 അമ്പലങ്ങളുടെ അധിപനായിരുന്ന സോഹൻലാൽ ശർമ്മ, ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്ന സോഹൻലാൽ ശർമ്മയുടെ മകനാണ് ധരംപ്രകാശ് ശർമ്മ. ദൈവത്തെ അന്വേഷിച്ചു. 18-ാം വയസ്സിൽ ആശ്മീർ കോളേജിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് താൻ വായിച്ചത്. ആ ടെക്സ്റ്റ് ബുക്കിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമായിരുന്നു. അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രകാശം വന്നു. ഒരു ശബ്ദം കേട്ടു, മകനെ ധരമേ, നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ്, ഞാൻ യേശുവാണ്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ അപ്രിയമേ ജയിലിലിട്ട ബ്രിട്ടീഷുകാരൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രാവിലെ കോളേജിൽ ചെന്ന് ലൈബ്രറിയിൽ നിന്ന് 2 ബൈബിൾ എടുത്ത് കത്തിച്ചു. അത് കഴിഞ്ഞ് 13 വർഷം പോയി. ആ വിദ്യാർത്ഥി ഒരു പത്രപ്രവർത്തകനായി, ബോംബെയിലെ ഫിലിം ഡയറക്ടർ, ഫിലിം ആക്ടറായി. അത് കഴിഞ്ഞ് കോൺഗ്രസ് MP ആയി, കോൺഗ്രസ് നേതാവായി. അവസാനം 4-ാമത്തെ പ്രാവശ്യം 13 വർഷത്തിനിടയിൽ
താൻ വീട്ടിൽ വന്നപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ പിന്നെയും യേശു ക്രിസ്തു സംസാരിച്ചു, മകനെ, ഇത് 4ാമത്തെ പ്രാവശ്യമാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത്. 1 മണിക്കൂർ യേശു ക്രിസ്തുമായിട്ട് സംവാദിച്ചു. ഒന്നുകിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അവസാനിക്കാമെന്ന് പറഞ്ഞു. അന്ന് താൻ ഏറ്റു പറഞ്ഞു. താൻ തൻ്റെ MP സ്ഥാനം രാജിവെച്ചു, കോൺഗ്രസിൻ്റെ അതിർത്തി സ്ഥാനം രാജിവെച്ചു, ഇന്ദിരാഗാന്ധിയുമായിട്ട് സംസാരിച്ചു. താൻ അത് കഴിഞ്ഞ് ഭക്ത് സിംഗ് തന്നെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് തിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ചോദിച്ചു, നീ യഥാർത്ഥ ഹാവ് യു ബിക്കം എ ക്രിസ്ത്യൻ ഓർ എ ഡിസൈപ്പിൾ? നീ ഒരു ക്രിസ്ത്യാനിയെന്നാണോ അതോ യേശു ക്രിസ്തു ശിഷ്യനാണോ എന്ന് ചോദിച്ചു. ശിഷ്യനാണെന്ന് പറഞ്ഞു. എൻ്റെ മോനെ, നിനക്കറിയത്തില്ല. ശിഷ്യനാണോ എന്നുണ്ടെങ്കിൽ എന്താണ്, നീ മർക്കോസിന് സുവിശേഷം വായിക്കാൻ പറഞ്ഞു, പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഗാന്ധിയുമായി ഒന്നിച്ച് ഫ്രീഡം ഫൈറ്ററായിരുന്നു സോഹൻലാൽ ശർമ്മയും ഭാര്യയും. അതുകൊണ്ട് ബൈബിൾ അറിയാം, ബൈബിൾ വായിച്ചിട്ടുണ്ട്. എടാ, നീ വായിക്കുക, എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിനെ അനുഭവിക്കാൻ സ്വീകരിച്ചാൽ അപ്പനെയും അമ്മയെയും വിട്ട് എല്ലാവരെയും വിട്ട് അനുഗമിക്കണം, സകലത്തിനെയും ത്യജിക്കണം. തയ്യാറാണോ മകനെ? അതെ എന്ന് പറഞ്ഞു. നിനക്കറിയാമോ, ഇത് നിൻ്റെ അമ്മ വിടാൻ ഒക്കുമോ? ഇത് നിൻ്റെ ഭാര്യയും 2 മക്കളും വിടാമോ? വിടാം. ഇത് നിൻ്റെ അപ്പൻ വിടാമോ? വിടാമെന്ന് പറഞ്ഞു. അല്പം ശാന്തമായതിനു ശേഷം സോഹൻലാൽ ചോദിച്ചു, മകനെ, എനിക്ക് 4ാമത്തെ ചോദ്യമുണ്ട്, അതിഗൗരവമായൊരു ചോദ്യം. 1 മാസം മുമ്പ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി എന്നെ വിളിച്ചു പറഞ്ഞു, സോഹൻലാൽ, നിൻ്റെ മകൻ ധനമായിരിക്കും രാജസ്ഥാനിലെ അടുത്ത ചീഫ് മിനിസ്റ്റർ. ശ്രദ്ധിക്കുക, രാജസ്ഥാനിലെ അടുത്ത ചീഫ് മിനിസ്റ്റർ ആകാൻ പോവുകയാണ് നീ. എന്നാൽ നീ ഒരു ക്രിസ്ത്യാനിയാവുകയും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയും ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആകാൻ ഒക്കത്തില്ല. തീരുമാനിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് എഴുതാൻ വേണ്ടി ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ, സഹോദര ബാബു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. ഒരു വശത്ത് രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർഷിപ്പ്, മറുവശത്ത് യേശു ക്രിസ്തു. താൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ദർശനമായത് എൻ്റെ കർത്താവ് ക്രൂശിങ്കൽ കിടക്കുന്നതാണ്. ആ കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നു, മകനെ, നീ ദൈവത്തെ തേടിയായിരുന്നു, ഞാൻ നിന്നെ തേടി വന്നു, ഞാൻ നിനക്ക് പ്രത്യക്ഷനായി നിന്നോട് സമ്മതിച്ചു, നീ എൻ്റെ മകനാകാമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ചോദ്യം വളരെ നിർണായകമാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോടൊന്നും പറയത്തില്ല. ഒന്നുകിൽ നീ ചീഫ് മിനിസ്റ്റർ സ്ഥാനം എടുത്തുകൊള്ളുക, നീ എൻ്റെ പിന്നാലെ പോരുക, നിൻ്റെ ചോയ്സാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഒരു പാട്ടിൻ്റെ 2 അടികളാണ് എനിക്ക് വന്നത്. ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്. ഈ പാട്ടാണ് വന്നത്. കുരിശൻ്റെ മുന്നേ, ലോകമെൻ്റെ പിന്നാലെ, ഒരു തിരിഞ്ഞോട്ടമില്ല. ഞാൻ അന്ന് സമർപ്പിച്ചു, എനിക്ക് ചീഫ് മിനിസ്റ്റർ ആകണ്ട, എനിക്ക് കുരിശ് മതി. അപ്പോൾ അപ്പാ എനിക്ക് കുരിശ് മതി, ഞാൻ ത്യാഗം അനുഭവിക്കും, എനിക്ക് ചീഫ് മിനിസ്റ്റർ ആകണ്ട എന്ന് പറഞ്ഞു. അപ്പൻ എഴുന്നേറ്റു, തന്നെ ആലിംഗനം ചെയ്തിട്ട്, മകനെ, 10 വർഷം ഞാൻ നിന്നെ നിരീക്ഷിക്കും. ആ 10 വർഷം നീ യേശുവിൻ്റെ ശിഷ്യനായി ജീവിച്ചാൽ എനിക്കും ആ യേശുവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ താൻ ജീവിച്ചു. തൻ്റെ അമ്മ അതിനിടയ്ക്ക് വിശ്വാസിയായി, മക്കൾ വിശ്വാസികളായി. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അപ്പൻ വയോധികനാണ്, വിളിച്ചു, മകനെ, നീ വാ. 10 വർഷം ധനമേ, ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നീ യഥാർത്ഥ ശിഷ്യനായി ജീവിച്ചു. ഒന്നുമില്ലാതെ ഒരു സ്വാമിയെപ്പോലെ ഇന്ത്യ മൊത്തം കറങ്ങി, ആയിരങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാഷ്ടാംഗം വീണ് അന്ന് യേശുവിനെ സ്വീകരിച്ചു. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്, 450 അമ്പലങ്ങളുടെ അധിപനായിരുന്ന സോഹൻലാൽ ശർമ്മ യേശുവിൻ്റെ ശിഷ്യനായി മാറി. ആ കുടുംബമെന്നാമായി. യേശുവിൻ്റെ ശക്തി അതാണ്. എത്ര എതിർത്താലും ബൈബിൾ കത്തിച്ചാലും എന്ത് സംഭവിക്കും? കർത്താവ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഞാൻ ആ ഫിലിമാണ് ഉണ്ടാക്കിയത്. അനേകം ഇത് വായിച്ചു. ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇത് കൊടുത്തു. ധർമ്മപ്രകാശ് ശർമ്മയും ഞാനും കൂടാണ് കൊടുത്തത്. 350 MP ഞങ്ങൾ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിൽ കൊടുത്തു. അദ്ദേഹം അത് വായിച്ചിട്ട് ധർമ്മപ്രകാശ് ശർമ്മയെ ഡോക്ടർ മൻമോഹൻ സിംഗ് വിളിച്ചു. അവർ തമ്മിൽ സംവാദിക്കുകയുണ്ടായി. ഞാൻ പിന്നെ ധർമ്മപ്രകാശ് ശർമ്മയ്ക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് എൻ്റെ ഈ വലിയ പുസ്തകം കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധർമ്മപ്രകാശിനെ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം കൊണ്ട് അനേകരെ സ്വാധീനം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ലിറ്ററേച്ചർ ഞാൻ വിദേശ രാജ്യത്തെ ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് ഇൻ ദിസ് വേൾഡ്, യു ഗോ ബാക്ക് ടു ഇന്ത്യ. ഈ ലോകത്തിൽ സുവാർത്തയില്ല, നിൻ്റെ സുവാർത്തയുണ്ട്, ഗോ ബാക്ക് ടു ഇന്ത്യ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വളർന്നത്, എൻ്റെ പിതാവ് ആധാരമെഴുത്തുകാരനായിരുന്നു, പുസ്തക വായനക്കാരനായിരുന്നു. താൻ ഓർത്തഡോക്സ് സഭക്കാരനായിരുന്നു, സഭയിലെ ട്രസ്റ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 120 years ago. അവിടെ മൈലപ്രായിൽ, പത്തനംതിട്ട മൈലപ്രായിൽ ആ
സഭാ ട്രസ്റ്റിയായിരുന്നു. ആദാനം വഴി ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിത്തലന്ന് ഒരു മർത്തോമായിലെ സുവിശേഷൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം വെറുതെ പ്രസംഗിക്കുകയാണ്. നീ ചിലപ്പം നിന്റെ സഭാ ട്രസ്റ്റി ആയിരിക്കാം, എന്നാലും നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ വീണ്ടെടുത്തില്ല എങ്കിൽ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഹി വാസ് അറസ്റ്റഡ്. ഈ സുവിശേഷം താൻ കേട്ടു. താൻ ക്രിസ്തു വിശ്വാസിയായി KV സെമൻ സാറൊക്കെ വന്ന കാലമാണ്. അങ്ങനെ ബ്രദറൻ അസംബ്ലി അവിടെ തുടങ്ങിയാണ്. ഞങ്ങൾ 10 മക്കളാണ്. ആ വീട്ടിലായിരുന്നു. അനേക വിശ്വാസികൾ വരും, അനേക സുവിശേഷന്മാർ വരും. 10 മക്കൾ, 5 പെണ്ണും 5 ആണുമാണ്. ഞാൻ 10ാമത്തേതാണ്. ബാക്കിയുള്ളവരൊക്കെ അവരെ നോക്കും. എൻ്റെ പണി എന്തായിരുന്നു അറിയാമോ? ഈ വരുന്ന സുവിശേഷന്മാരുടെ, വിശ്വാസികളുടെ ചെരുപ്പ് തുടയ്ക്കുകയായിരുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് സുവിശേഷന്മാരുടെ ചെരുപ്പ് തുടച്ചുകൊണ്ടാണ്. ലോകത്തിൽ എനിക്ക് ദൈവം എന്നെ ധാരാളം ആദിവാസി കുടികളിൽ ഞാൻ താമസിക്കുന്നുണ്ട്. എനിക്ക് അമേരിക്കയിൽ ഉള്ള ട്രംപിൻ്റെ അടുത്ത് വരെയും പോകാൻ ദൈവം എന്നെ അനുവദിച്ചു. ഈ സുവിശേഷം, ഈ ബൈബിള് ചുമന്നതുകൊണ്ട് ഒന്നും കുറഞ്ഞിട്ടില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതമായി. ഇവിടുത്തെ നേതാക്കന്മാർ എനിക്ക് പറയുന്നത്, ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിട്ട് പ്രയോജനമില്ല. നമുക്ക് സുവിശേഷത്തിന് നിൽക്കാം. കർത്താവ് വരും. അവൻ വരും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് അവന് വേണ്ടി ജീവിക്കാം. ഇത് 1,00,000 കോപ്പി അടിക്കണം. ഞാൻ ചെയ്തുകൊണ്ടല്ല പറയുന്നത്. ഞാൻ ഒത്തിരി ട്രാക്ട് പുസ്തകങ്ങൾ വരുന്നുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് 1,00,000 ആത്മാക്കളിലെത്താം. ഞാനെന്നും ട്രെയിനിലാണെങ്കിലും ബസ്സിലാകുമ്പോൾ എപ്പോഴും ഇതുണ്ട്. ഇന്നലെ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ 3-4 സ്ഥലങ്ങളിൽ ഹൈദരാബാദ്, മദ്രാസൊക്കെ ഇറങ്ങിയിട്ടാണ് വരുന്നത്. എൻ്റെ കയ്യിൽ 5-10 കോപ്പിയാണ്. ഞാൻ കയറുമ്പോൾ തന്നെ എയർ ഹോസ്റ്റസുമായിട്ട് ഗുഡ് മോർണിംഗ് പറയും, നല്ലതെന്നൊക്കെ പറയും, നല്ല സർവീസ് എന്നൊക്കെ പറയും. കാരണം ഇത് ഞാൻ വെച്ചിരിക്കും. ഇത് വെച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കൊടുക്കും. ഇതെഴുതാണ് യേശുക്രിസ്തു വരുന്നു, ഇത് വായിക്കാൻ പറഞ്ഞു. അനേകരിത് വായിച്ചിട്ടുണ്ട്. അവരെൻ്റെ അടുത്തൊരു ഓട്ടോഗ്രാഫ് ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ ഫ്ലൈ ചെയ്യുക. അപ്പോൾ ഫുഡെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, സാധാരണ ഞാൻ ഇറങ്ങുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഈ പുസ്തകം കൊടുക്കുന്നത്. കർത്താവ് എന്തോ പറഞ്ഞു, ആ പുറകിൽ 4 പേരിൽപ്പെട്ട് 4 എയർ ഹോസ്റ്റസ്മാർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഒരു പെൺകുട്ടി നോക്കിയതിന് ശേഷം തിരിച്ചു വന്നു. അങ്ങളെ ഇതിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഞാൻ 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞു, കർത്താവിൻ്റെ വരവ് പറഞ്ഞു. ഇന്ത്യ ദാഹിക്കുകയാണ്. ഹിന്ദുക്കൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. പ്രാർത്ഥന അതാണ്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഒരു കോൺവക്കേഷനിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. യു ക്യാൻ ഡിസ്ട്രോയ് ദ ടെമ്പിൾസ്, you can liquidate the priesthood, you can confiscate their property, but you cannot ignore the hunger for the unseen. നിങ്ങൾക്ക് അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ നിങ്ങൾക്ക് തകർക്കാം, പുരോഹിതന്മാരെ നിങ്ങൾക്ക് കൊന്നുമുടിക്കാം, അവരുടെ വസ്തുവകൾ കണ്ടുകെട്ടാം. എന്നാൽ മനുഷ്യനിലെ അന്തർദാഹം, രക്ഷകനെ തേടിയുള്ള, ദൈവത്തെ തേടിയുള്ള ശൂന്യത നികത്താൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ തേടിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ 840 കോടി ദൈവത്തെ തേടുകയാണ്. റിലീജിയൻ ഈസ് സീക്കിംഗ് ഗോഡ്, ബട്ട് ഗോസ്പൽ ഈസ് ഗോഡ് സീക്കിംഗ് മാൻ. മതം ദൈവത്തെ തേടുമ്പോൾ സുവിശേഷം ദൈവം മനുഷ്യനെ തേടി വന്നതാണ്. അതാ ഞങ്ങൾ പറയുന്നത്. അല്ലയോ ഭാരതീയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിന് ഉത്തരവാണ് യേശു. നമ്മളതാണ് പറയുന്നത്. നമുക്കവനെ വിറ്റ്നസ് ചെയ്യാം, നമുക്കവന് വേണ്ടി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ. റിമെമ്പർ, there is no opportunity without opposition. There is no victory without vigilance. There is no winning without warfare. ഉപദ്രവമില്ലാതെ, എതിരില്ലാതെ അവസരങ്ങളില്ല. സൂക്ഷ്മതയില്ലാതെ, നിരീക്ഷണമില്ലാതെ വിജയമില്ല. നോ വിന്നിങ് വിത്തൗട്ട് വാർഫെയർ. യുദ്ധമില്ലാതെ വിജയമില്ല. യുദ്ധമുണ്ട്. വി ആർ സോൾജിയേഴ്സ് onward, Christian soldiers marching us to war, looking unto Jesus who has gone before. ക്രിസ്തുവൻ തീരാ സേനകളാണ് നമുക്ക്. നമ്മെ ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. പദം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആരെ ഞാൻ അയക്കേണ്ടു എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ആരെ ഞാൻ അയക്കേണ്ടു? ഒരു ആഹ്വാനമുണ്ട്.
കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത ശുശ്രൂഷക്കാർ ദൈവത്തെ സ്തോത്രം ചെയ്യും. സഹോദരിമാരെ, നമുക്ക് കണ്ണുനീരിൽ കുഴയാം. പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ കൊച്ചുമക്കളെ മടിയിൽ വെച്ച് ഇവൻ്റെ ഒരു മിഷണറിയാണ് എന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. നമ്മുടെ ലിറ്ററേച്ചർ മിനിസ്ട്രിക്ക് ആളില്ല, സുവിശേഷ വേലയ്ക്ക് ആളില്ല, ബൈബിൾ സ്കൂളിൽ ആളില്ല. ഇന്നത്തെ സെമിനാരികൾ പ്രൊഫസർമാരെ ശ്രദ്ധിക്കുകയാണ്. ഫീൽഡിൽ പോകാൻ ആരില്ല, സുവിശേഷം പറയാൻ ആളില്ല. നിങ്ങളൊന്നും പറയണ്ട. ഈ 5-6 പുസ്തകം ഒരു ട്രാക്ട് എപ്പോഴും കുറിക്കുക. നിങ്ങളുടെ ഓഫീസിൽ ഇത് കുറച്ച് വയ്ക്കുക. കൂട്ടുകാർ വരും. ഈയിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഹൈന്ദവരായിരുന്നു 2 പേരും, ഭാര്യ ഒരു വലിയ ഡോക്ടറുമാണ്. മുഖാന്തരം കർത്താവ് കേൾക്കാവുന്നവരെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, സ്ഥാനം എനിക്ക് പറയാനൊക്കത്തില്ല, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് സർക്കാരിൻ്റെ, ഹിന്ദുക്കളായിരുന്നു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു, അങ്കിളെ ഞങ്ങളെങ്ങനെയാണ് വിറ്റ്നസ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒന്ന്, നിങ്ങളുടെ ഹിന്ദുക്കൾ, നിങ്ങളുടെ വീട്ടുകാർ 50 പേരുടെ പേര് 2 പേരും ഭാര്യയും ഭർത്താവ് എഴുതാൻ പറഞ്ഞു. 3 മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ നിങ്ങളുടെ റിലേറ്റീവ്. അവർ പ്രാർത്ഥിച്ചു. അതിന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ പലരുമായിട്ട് അവർ സംസാരം തുടങ്ങി. യു ഷുഡ് ഹാവ് ടു ഹാവ് എ മാസ്റ്റർ പ്ലാൻ ഫോർ ഇവാഞ്ചലിസം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പുസ്തകം, ഈ ട്രാക്ട് മേശപ്പുറത്ത് വെച്ചു. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു കോപ്പി വെക്കുക, 4-5 കോപ്പി അകത്തും വെക്കുക. ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. നിങ്ങളുടെ വരുന്ന ഡോക്ടർമാർ പറയുമല്ലോ, പ്രഗ്നൻ്റ് ആയിട്ട് വരുന്നവർ പറഞ്ഞാൽ എന്താ ഈ പുസ്തകം കൊടുത്തേക്കണം, നിങ്ങൾ പ്രഗ്നൻസി കാത്ത് കിടക്കുമ്പോൾ ഈ പുസ്തകം വായിക്കേ. ഡോക്ടർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ വായിക്കും. അവസരങ്ങൾ അനേകമാണ്. സൈലൻറ്റ് മിനിസ്ട്രി. നമുക്ക് പരസ്യങ്ങൾ ഒക്കത്തില്ല, വീട്ടിലെയോ ഒക്കത്തില്ല. ട്രാക്ട് കൊടുക്കാം, ബുക്ക്ലെറ്റ് കൊടുക്കാം. ഒരു ബുക്ക്ലെറ്റ് കൊടുക്കാതെ, ഒരു ട്രാക്ട് ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് പ്രിയപ്പെട്ടവരെ. ഒരു തീരുമാനമാകാം. നമ്മളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷ വിഹിത സഭകൾ എത്രയാണ്? ഇവാഞ്ചലിസ്റ്റിക് സഭകൾ വളരെ ചുരുക്കമാണ്. നമ്മളെയും നമ്മുടെ മക്കളെയും നമുക്ക് വേലയ്ക്കായിട്ടെടുക്കാം. ഞാനൊരു കാര്യം ചെയ്തിട്ട്, നമ്മളെല്ലാം പൂർണ്ണസമയ സുവിശേഷമാണ്. നിങ്ങളുടെ ഓഫീസുകൾ നിങ്ങൾ വിറ്റ്നസ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതിന് നമ്മുടെ മക്കളോട് പറയണം, നിങ്ങൾ പൂർണ്ണസമയ സുവിശേഷം വേണ്ട, നിങ്ങൾ വീട്ടിൽ മതി, നിങ്ങളുടെ ഓഫീസിൽ മതി, നല്ലപോലെ ജോലി ചെയ്യുക, വിശ്വസ്തരായി ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അവരോട് പറയുക, കൂട്ടുകാരോട് പറയുക, അവരെ വിളിച്ചുകൊണ്ട് ഒരു ചായക്ക് പോയി യേശുവിനെപ്പറ്റി പറയുക, ഈ ഇസ്രായേലിലെ യുദ്ധങ്ങളെപ്പറ്റി സംസാരിക്കുക, അതിന് മാസ്റ്റർ പ്ലാൻ പറയുക, ഇത് വായിക്കാൻ കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അതാണ് ആവശ്യം. അനേകർ കർത്താവിലേക്ക് വരും. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവ് വരട്ടെ, നമുക്ക് പ്രവർത്തിക്കാം. വരുവാനുള്ള വരും, താമസിക്കുകയുമില്ല. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അവസാന 2 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. ഏഴാം വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. 10-11 വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അടുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടായതിന് ഗോപുരം കൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാ 16, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രമാകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്നു പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്ന അവൻ ജീവജലം സൗന്യമായി വാങ്ങട്ടെ. 20-ാം വാക്യത്തിൽ, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അവൻ വരും. അവൻ വരുന്നത് വരെ we should invest our time, our talents, our treasure and our truths to eternity. നാമൻ വരുന്നവരെ നമുക്ക് മുതൽ മുടക്കാം. നമ്മുടെ സമയവും നമ്മുടെ താലന്തുകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ വസ്തുവകൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സത്യം എല്ലാം നമുക്ക് ദൈവവേലയ്ക്കായിട്ട് മുതൽ മുടക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കർത്താവേ വരണമേ എന്ന് നമുക്ക് പറയാം. അവസാനമായിട്ട് ഗ്ലാഡിസ്റ്റൈൻസ് പറഞ്ഞൊരു വാക്കാണ്. ഞാൻ പുസ്തകം എഴുതുമ്പോൾ
ഗ്ലാഡിസ്റ്റൈൻസ് എന്നോട് ഒരു വാക്ക് പറഞ്ഞു. എൻ്റെ മകൻ വെറും 11 വയസ്സുള്ള ഫിലിപ്പ്, 6 വയസ്സുള്ള തിമോത്തി, അതാണ് മക്കൾ. 11 വയസ്സുള്ള ഫിലിപ്പ് ഊട്ടിയിൽ സ്കൂളിൽ ഹോസ്റ്റലിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ബാരിപ്പാടയിൽ വീട്ടിൽ വന്നത്. എൻ്റെ 11 വയസ്സുള്ള മകൻ ഓരോ മണിക്കൂറും പാടിയ പാട്ടാണ് When the trumpet of the Lord shall sound, time shall be no more. When the roll is called up yonder, I'll be there. കർത്തൃകാഹളം യുഗാന്തരെ ധ്വനിക്കുമ്പോൾ, എൻ പേർ വിളിക്കുമ്പോൾ ഞാനും ഉണ്ടാകും. 11 വയസ്സുള്ള എൻ്റെ മകൻ എന്തിനിത് പാടിയെന്ന് എനിക്കറിയില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് വിളിച്ചു, അവൻ്റെ അനുജൻ്റെ പേര് വിളിച്ചു, അവൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചു. ഇനി എൻ്റെയും എൻ്റെ മകളുടെയും പേര് വിളിക്കും. അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് പ്രയാസമില്ല, എനിക്ക് വേദനയുണ്ട്, എങ്കിലും ഞാൻ ആരെയും കുറ്റം ചെലുത്തുന്നില്ല. ആ 3 ശവശരീരങ്ങൾ ബാരിപ്പാടായിൽ അവിടെ ബാരിപ്പാടായിൽ 3 ശവശരീരങ്ങൾ. ആ ഗ്ലാഡിസ്റ്റൈൻസും എസ്തേറും എഴുന്നേറ്റ് നിന്നു. 13 വയസ്സുള്ള കുട്ടി, ആ സഹോദരി, 2 പേരും എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഘാതകരോട് ക്ഷമിച്ചതുപോലെ വി ഫോർഗീവ് ദം, ഞാൻ ക്ഷമിക്കുന്നു. അല്ലയോ ധാരാസിംഗേ, അല്ലയോ കൂട്ടരെ, നിങ്ങൾ ഞങ്ങളെ ചുട്ടരിച്ചു, ഞങ്ങളിതാ ക്ഷമിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് പാടി, because he lives I can face tomorrow, because he lives life, all fear is gone, because he lives life is worth the living. യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ഭാവിയെക്കുറിച്ച് ഭയമില്ല, എനിക്ക് ഭാവി എന്നറിയില്ല. എനിക്കറിയാം who holds my future, എൻ്റെ ഭാവി അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. അങ്ങനെ പറഞ്ഞു. ആ 3 ശവശരീരങ്ങൾ അടക്കിയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ നിന്നാൽ ഇവിടെയുണ്ട്. കാന്തമലിൽ എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊന്നു, മണിപ്പൂരിൽ കൊന്നില്ലേ, ഇതാ ഹൈദരാബാദിൽ കൊന്നില്ലേ, എങ്ങും കൊലയാണ്, കൊള്ളിവയ്പ്പാണ്, നമ്മുടെ സഭകളിൽ ഇടിച്ചു നടത്തുകയാണ്. കുഴപ്പമില്ല, ഇന്ന് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവിക്കാത്ത രീതിയിൽ നമുക്കെതിരെ അക്രമങ്ങളാണ്, ദുഷ്ടന്മാരാണ് കാര്യങ്ങൾ നടത്തുന്നത്. നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. നേതാക്കന്മാർക്ക് പ്രാർത്ഥിക്കാനാണ് നമുക്ക് പറയാനുള്ളത്. അവർക്ക് വേണ്ടി കരയാം. ദൈവമേ, നല്ല ബുദ്ധി കൊടുക്കണമേ, അവർ ഈ അങ്ങയുടെ മക്കളെ രക്ഷിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. എനിക്ക് മോദി, ഷാ, യോഗി നേതാക്കന്മാരെ, യു ആർ പ്ലേയിങ് വിത്ത് ഫയർ. നിങ്ങൾ ഇന്ന് അഗ്നിയോടാണ് കളിക്കുന്നത്. ക്രിസ്തു എന്ന അഗ്നി, അവൻ സ്നേഹനിധിയാണ്, എന്നാൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ശദ്രക്, മേശക്, അബേദ്നെഗോയുടെ തീകുണ്ടത്തിൽ ഇറങ്ങി വന്ന പോലെ എൻ്റെ കർത്താവേ അങ്ങ് വരയണമേ. ഇന്ത്യയിലെ അങ്ങയുടെ മക്കളെ രക്ഷിക്കണമേ കർത്താവേ. 2000 വർഷം ഞങ്ങൾക്ക് കിട്ടി, എന്നാൽ ഞങ്ങളത് ഒന്നും പറഞ്ഞില്ല കർത്താവേ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഓരോ അവസരങ്ങൾ തരുമോ? നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, നമുക്കൊരു സമർപ്പണം ചെയ്യാം. കർത്താവേ, നമുക്ക് വിളിക്കാം. നമുക്ക് കർത്താവേ അങ്ങ് വരണം, അങ്ങ് വന്ന് ഞങ്ങളെ ക്ഷമിച്ച് ഒരവസരം തരണം. ദാറ്റ് എവരി നീ ഷാൽ bow, എവരി ടങ് ഷാൽ കൺഫസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ്. എല്ലാ നാവും ഏറ്റുപറയണം, എല്ലാ മുഴങ്കാലും ഏറ്റുപറഞ്ഞ് യേശു കർത്താവ് എന്ന് പറയുന്നത്. ഭാരതത്തിലെ 140 കോടിയും അങ്ങനെ പറയട്ടെ എന്ന് പ്രയോഗിക്കാം. സോ ദാറ്റ് ഇന്ത്യ വിൽ ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ആസ് വാട്ടേഴ്സ് കവർ ദ സീ. സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ, യേശുവിൻ്റെ മഹത്വത്താൽ ഭാരതം നിറയുവാൻ നമുക്ക് അപേക്ഷിക്കാം. കണ്ണുനീരിൽ വിലച്ചാൽ ആർപ്പോട് കഴിയും. നമുക്ക് കരയാം, സമശിഷ്ടകൾ പ്രാപിക്കാം. നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്ക് പെർസിക്യൂഷൻ വരുമ്പോൾ 3 കാര്യങ്ങൾ. 1, പെർസിക്യൂഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സഫറിങ് ഓഫ് ദി ലോർഡ്. പീഡനം വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് നാം ഏകീകൃതപ്പെടുകയാണ്, അവനോട് പങ്കാളികളാവുകയാണ്. 2, എനിക്ക് സ്വയശുദ്ധി, ടൈം ഫോർ പ്യൂരിഫിക്കേഷൻ, സ്വയം ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. 3, ടൈം ഫോർ പ്രോപ്പഗേഷൻ. Persecution gives you opportunity for participation, purification and propagation. നമുക്ക് വിളിച്ചറിയിക്കാം, അവന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കും. നമ്മൾ സമർപ്പണം ചെയ്യുമോ? നമ്മൾ 1 മിനിറ്റ് നമ്മിലേക്ക് തിരിയുമോ? കഴിഞ്ഞ നാളുകളെ ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച അവസരങ്ങളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ അയൽക്കാർ, എൻ്റെ സഹപാഠികൾ, എൻ്റെ സഹപ്രവർത്തകർ, കർത്താവേ അങ്ങയില്ലാതെ അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദിനം പോവുകയാണ്. അവരോട് സുവിശേഷം പറയുവാനുള്ള അവകാശം, ധൈര്യമുണ്ട്, ഉള്ള കടപ്പാട് എനിക്കുണ്ട്. അതുമാത്രമല്ല, പീഡനം അനുഭവിക്കുന്നവർക്ക് ഞാൻ ചിലത് ചെയ്യും.
We remember we are the watchmen, we are the keepers of our brother മൊർദെഖായി എസ്തർ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് മിണ്ടാതിരുന്നാൽ യഹോവ തൻ്റെ ജനത്തിന് രക്ഷ കൊണ്ടുവരും. ഇന്ന് ഞാനും നിങ്ങളും മിണ്ടാതിരിക്കരുത്. അറസ്റ്റെങ്കിൽ അറസ്റ്റ്, ചങ്ങലയെങ്കിൽ ചങ്ങല, കൊലയെങ്കിൽ കൊല. എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാം, ക്രൂശിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ക്രൂശുമെടുത്തും അവൻ പിന്നാലെ പോകാം. അവൻ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം ശാന്തമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമോ? കർത്താവേ, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു, സഹപ്രവർത്തകരെ ഓർക്കുന്നു, ജയിലിൽ കിടക്കുന്നവരെ ഓർക്കുന്നു, മണിപ്പൂരുള്ളവരെ ഓർക്കുന്നു, പീഡനം അനുഭവിക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും പീഡനം അനുഭവിക്കുന്ന അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാ വരണമേ, ഇതൊരവസാനം വരണമേ, അനേകം രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ സഭകളോട് ഇടമേ. എന്തെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും വേർപാടുകളും വൈരുദ്ധ്യങ്ങളും വാഗ്വാദങ്ങളുമാണ്. ഇതെല്ലാം അവസാനിപ്പിച്ച് സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷമൊക്കെ മാറി ഏക സഹോദരങ്ങളായി ക്രൂശിനെ മാത്രം നോക്കി സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും നീക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നൊരു സഭയായിട്ടൊരു തീരുമാനമെടുക്കുമോ? കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. അനേകരോട് ക്ഷമ ചോദിക്കേണ്ടതായിട്ടും ക്ഷമ ചോദിക്കാം. അനേകരെ പറഞ്ഞു വിട്ടവരെ തിരികെ വരേണ്ടതായിട്ടിട്ട് അവരെപ്പറ്റി പ്രാർത്ഥിക്കുമോ? സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും നയിക്കട്ടെ. ഒരു നിമിഷം അല്പമായി ശാന്തമായി നിൽക്കിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ സമാപനം ചെയ്യുകയും ചെയ്യാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനും മറുപടി പറയാവുന്നതാണ്. ഒരു നിമിഷം ശാന്തമായി നിൽക്കാം. ആമേൻ. ഇരിക്കാം.